സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ, ദൈവസഭ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ താമസമിന പരീക്ഷണം വരാൻ പോവാ. ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ദൈവസഭയെ കർത്താവ് കാത്തുകൊള്ളും. അടുത്ത വാക്ക്, ഞാൻ വേഗം വരുന്നു. ഇതാ നമ്മുടെ കൺവെൻഷൻ ഇവിടെ വീണ്ടും ഒരവസരം കൊണ്ട് ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. മതി കുഞ്ഞെ, സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാൻ ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ കർത്തൃസന്ധ്യയിൽ തലകളെ വണക്ക. മാതാവേ പിതാവേ വലിയ വീടും കാറും തന്നിട്ടല്ല. 2025 ജനുവരി തുടങ്ങി ഒക്ടോബർ 31 വരെ എന്നെ കാത്ത ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. 11ാം മാസവും ഭണ്ഡാരക്കോണത്ത് ഗ്രൗണ്ടിൽ നവംബർ മാസം 1-ാം തീയതി കേരളപ്പിറവിയുടെ സുദിനത്തിൽ എന്നെ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കൺവെൻഷൻ പനപ്പള്ളിയിൽ നടന്നപ്പോൾ സംഭവം നടന്നു. ഒരു വീട്ടിൽ നിന്ന് ഒരു സഹോദരനും സഹോദരിയും 3 മക്കളും കൂടെ ഭാര്യയുടെ ആങ്ങളയെ കാനഡയിൽ കയറ്റി വിടുവാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയി. അവർ രാത്രിയിലാണ് പോയത്. 2 മണി കഴിഞ്ഞപ്പോൾ പ്ലെയിൻ പോയി. കുഞ്ഞ് പ്ലെയിനിൽ പോയപ്പോൾ ഭാര്യയും ഭർത്താവ് 3 കുഞ്ഞുങ്ങൾ നല്ല പുതിയ വാഹനമായിരുന്നു ടാർ. നെടുമ്പാശ്ശേരിയിൽ നിന്ന് പടപട ഓടിച്ചു. കരുനാഗപ്പള്ളി എത്തുന്നതിന് ബോച്ചറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് ഇവർ തേവലക്കരക്കാരാ. ഒരു ഡൈവേർട്ട് കട്ട് ചെയ്ത് 20 മിനിറ്റ് വീട്ടിലെത്താൻ സമയമാകുന്നു. വെളുപ്പിന് 5:15 ആയപ്പോൾ ടാർ ഓടിച്ചിരിക്കുന്ന ചെറുപ്പക്കാരൻ്റെ കണ്ണൊന്ന് മങ്ങിപ്പോയി. എതിരെ വന്ന സൂപ്പർ ഫാസ്റ്റിലേക്ക് വാഹനം ഇടിച്ചു കയറി. നടു റോഡിൽ 3 മൃതദേഹങ്ങൾ ചിതറി വീണു. അഥവാ മനുഷ്യൻ്റെ ശവം അവിടെ ചിതറിപ്പോയി. 1 ചെറുപ്പക്കാരൻ, 2 കുഞ്ഞുങ്ങൾ. ഭാര്യയും 1 കുഞ്ഞും രക്ഷപ്പെട്ടു. പിറ്റേന്ന് പത്രത്തിലും വീട്ടിലും വന്നത് 3 ഡെഡ് ബോഡിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി അനവധി യാത്രകൾ നമ്മളിവിടെ നടത്തി. പരശുമയ്ക്കലും പാറശാലയിലും കാരക്കോണത്തും ഇവിടെയെല്ലാം പടപട നെയ്യാറ്റിൻകരയിലും ബൈക്കിലും കാറിനകത്തുമൊക്കെ പോയി. കുഞ്ഞെ, ഒരു അപകടം നമുക്കും വരാമായിരുന്നു. ഒരു ശവപ്പെട്ടി നമ്മുടെ വീട്ടിനകത്തും വരാമായിരുന്നു. ഒരാശുപത്രിയിൽ നമ്മൾ കിടക്കാമായിരുന്നു. ഇന്ന് രാത്രി നീ ഓടിച്ച വാഹനത്തിൻ്റെ മഹത്വമല്ല, നീ കൊണ്ടുപോയ നിന്റെ ഡ്രൈവറിൻ്റെ മഹത്വമല്ല, ഒരുപക്ഷെ പുതിയ വാഹനത്തിൻ്റെ പവറല്ല. ഇന്ന് രാത്രി നാം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാ. കൃപ ലഭിച്ചവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും. ഇന്ന് രാത്രി എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാലിന് വീഴ്ചയെന്ന്, പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് കോടാനുകോടി സ്തോത്രം. കണ്ണുകൾ മൂടാ. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതെൻ്റെ പർദീസയിൽ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ആഗതനായിരിക്കുന്നതിനാൽ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഈ രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുവാൻ, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ അടിപ്പിണറിൻ്റെ കരം ഈ രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഭണ്ഡാരക്കോണം പട്ടണം എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ ഇന്ന് രാത്രികളിൽ വചനവും ആരാധനയും ഇവിടെ പെയ്തിറങ്ങുമ്പോൾ ചില മദ്യപാനികൾ യേശുവിനെ കാണുവാൻ, ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുവാൻ, ആത്മഹത്യയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ചിലർ നാഥന് വേണ്ടി ഈ രാത്രി കരമുയർത്തുവാൻ, സ്വർഗത്തിന്റെ കവാടത്തിനകത്ത് ഇന്ന് രാത്രി നിത്യതയുടെ പൊന്മുഖത്ത് ചില പേരുകൾ ചേർക്കപ്പെടുവാൻ, പുഴവക്കത്തിരുന്ന ലുദിയായുടെ ഹൃദയത്തെ തുറന്ന മഹാദൈവത്തിന്റെ കരം ഈ രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. കാട്ടത്തിയുടെ പാരമ്പര്യത്തിരുന്ന സക്കായി യേശുവിനെ കണ്ടപ്പോൾ അവന്റെ കുടുംബത്തിനകത്ത് രക്ഷ വന്നു. സ്വർഗം പറഞ്ഞതുപോലെ ഇവനും അബ്രഹാമിന്റെ മകൻ എന്ന് പറയുന്നത് പോലെ അബ്രഹാമി കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ശക്തി ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രി ചില കുടുംബങ്ങളുടെ പേരുകൾ മാറ്റപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ശബ്ദം, വെളിച്ചം, പ്രകൃതിയെല്ലാം കാക്കണം. കടന്നു വന്ന കുഞ്ഞുങ്ങളെല്ലാം കാക്കണം. യഹോവ നിസിയെ കാത്തുകൊള്ളണം. സഭകളെയും കുഞ്ഞുങ്ങളെ കാക്കണം. ഇവിടുത്തെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇവിടെ ജോലി ചെയ്യുന്നവർ, ഈ പട്ടണത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്നവർ, സകല മക്കളും എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. പ്രിയ പിതാവേ, ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ രാത്രി ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥൻ്റെ നാമം മാത്രം ഉയരണം. തിരുസാന്നിധ്യത്തിൽ ഞങ്ങളെ മറയ്ക്കണം. കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടണം. ശബ്ദം, വെളിച്ചം, പ്രകൃതി എല്ലാം കാക്കും. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി കർത്താവിന് മഹിമയും കൊടുക്കാം. ഒരിക്കൽ കൂടി ശക്തിയോടെ ദൈവത്തിന് മഹിമയും കൊടുക്കാം. ഉത്സാഹത്തോടെ ദൈവത്തെ സ്തുതിക്കാം.
ശ്രദ്ധയോടെ തിരുവചനത്തിലേക്ക്, അന്ത്യകാല സംഭവങ്ങളിലേക്ക് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. കരങ്ങളിലിരിക്കുന്ന ബൈബിൾ അനവധി പ്രാവശ്യം ഇവിടെ ഞാൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ സ്ഥിരമായ ശ്രദ്ധയ്ക്ക് വേണ്ടി കർണപുടങ്ങൾ ഒരിക്കൽ കൂടി വിശുദ്ധ ബൈബിളിലേക്ക് 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ പൂർണ്ണമായി ബൈബിൾ, 262 അധ്യായങ്ങൾ പുതിയ നിയമത്തിൽ. ഒന്നാം തലം കർത്തൃദാസൻ സൂചിപ്പിച്ചതുപോലെ സുവിശേഷത്തിൻ്റെ മാറ്റുളികൾ മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും യേശുക്രിസ്തുവിൻ്റെ മശിഹാത്വവും ദാസത്വവും യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും വരച്ചു കാട്ടുന്നു. രണ്ടാം തലം സഭയുടെ ചരിത്രത്തെ അപ്പോസ്തല പ്രവൃത്തികൾ വരച്ചു കാട്ടുന്നു. മൂന്നാമത്തെ ഭാഗം തിരുസഭയെ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിൻ്റെ ഉപനിഷത്തുകൾ, രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും വരുവാനിരിക്കുന്ന നിത്യതയും റോമയും കോരിന്ത്യയും തെസ്സലോനിക്കയും തീമോഥെയോസും എബ്രായരും എഫേസ്യരും എല്ലാം വലിയ ലേഖനങ്ങൾ കൊലോസ്യർ സഹിതം എഴുതി വെക്കുന്നു. നാലാം തലം ഈ ഉലകം അവസാനിക്കും, ഒരുവൻ ഭരണത്തിൽ വരും, വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് നിങ്ങൾ വീണു പോകരുത്. ഉപദേശത്തിൽ അതിർവരമ്പ് കടന്നു പോകുന്നവൻ്റെ ന്യായവിധികൾ കുഞ്ഞു ലേഖനങ്ങൾ, 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസും ഫിലോമോനും യാക്കോബും യൂദായും. യൂദ ലേഖനം അവസാനിപ്പിക്കുന്നു. ദൈവസഭയുടെ ഭാവികാല പ്രത്യാശയ്ക്ക് വേണ്ടി ചില പൊൻവെളിച്ചങ്ങൾ അതിനകത്ത് തൂക്കിക്കാണിക്കുന്നു. ഇങ്ങനെ യൂദ പ്രതിപാദിക്കുന്നു. ആദം മുതൽ 7-ാമനെ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു, കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതുകൊണ്ട് കൺവെൻഷൻ ഗീതങ്ങളിൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അവസാനമോ അല്ലെങ്കിൽ ആദ്യമൊക്കെ തുടങ്ങും. പരിശുദ്ധൻ മഹോന്നത ദേവൻ ദൈവസഭയുടെ പ്രത്യാശ പാടിക്കൊണ്ടായിരിക്കും ചില യോഗങ്ങൾ ആരംഭിക്കുന്നത്. ചില ദിവസങ്ങളിൽ നിർത്തുന്നതും ഈ പാട്ടുകളായിരിക്കും. പ്രത്യേകിച്ച് CSIയിലൊക്കെ ഇത് പാടും. അത് വളരെ പ്രത്യാശ അവരെ പുതുക്കുന്നു. അതിനുശേഷം വീണ്ടും ദൈവിക ന്യായവിധികളെപ്പറ്റി, ക്രിസ്തുവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോകുന്നവർ, പകയും പിണക്കവും കോപവും ദ്വന്ദ്വപക്ഷവും ജാരശങ്കയും ജഡമോഹവും കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപവും കത്തിക്കുത്തും കൊലപാതകവും കഞ്ചാവും മയക്കുമരുന്ന് MDMA ഒക്കെ അടിക്കുന്ന സകലരെ ന്യായം വിധിക്കുവാൻ ഏകന് ന്യായാധിപതിയുമായി കർത്താവ് വെള്ള സിംഹാസനത്തിൽ വെളിപ്പെടും. യൂദ അവസാനിപ്പിക്കുന്നു, വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച്. കാലത്തിൻ്റെ യവനികയ്ക്കകത്ത് ഇവിടെ കൊടുങ്കാറ്റടിക്കും, പെരുങ്കാറ്റടിക്കും. പലതുപോലെ ഇവിടെ ബാങ്കുകളൊക്കെ തകരും, രോഗങ്ങൾ പടപടാ വരും, അമീബ, മസ്തിഷ്ക ജ്വരം, അതുപോലെ കോവിഡൊക്കെ ഇവിടെ പെരുമുകുമ്പോൾ ഒരുപക്ഷെ സഭകൾ അടച്ചിടുവാൻ സാധ്യത, ദൈവമക്കൾ വചനത്തിൽ നിന്ന് പുറകോട്ട് ചലിക്കുവാൻ സാധ്യത കണ്ടുകൊണ്ട് കണ്ണുമടച്ചുകൊണ്ട് യൂദ പുസ്തകം അവസാനിപ്പിക്കുന്നു. വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച്. ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയോട് നിത്യതയിലെത്തിക്കുന്ന നാഥൻ്റെ വചനമേറ്റെടുക്കുന്ന കുന്നുവിളിയിലെ കുഞ്ഞുമക്കൾ ഇന്ന് രാത്രിയും വെളിപ്പാടിലേക്ക് കടന്നു വരിക. എന്താ അതിനകത്ത്? ആമേൻ, കർത്താവായ യേശുവേ വരണമേ. അവർക്ക് വേണ്ടി വെളിപ്പാട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ മുട്ടുമടക്കട്ടെ, സകലർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതാ ദൈവസഭയുടെ പ്രത്യാശയാ. അതുകൊണ്ട് ഇന്ന് രാത്രി ഇരിപ്പിടങ്ങളിൽ നിങ്ങളായിരിക്കുന്നത് പ്രിയന്റെ വരവിന് വേണ്ടി കൊതിച്ചുകൊണ്ട്. AD 30 കാൽവരിയിലെ ക്രൂശീകരണം, പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2 കള്ളന്മാരുടെ നടുവിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് പരമയാഗമായി. അതിനുശേഷം റോമിൻ്റെ ക്രൂരമായ ശിക്ഷാവിധി പടയാളികൾക്ക് നേരെ വരുന്നു. അഥവാ പടയാളികൾ ഭക്തന്മാരായ ഉപദേശിമാർക്കെതിരെ ആദിമ സഭയിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസ് പുറകെ വരുന്നുണ്ട്. പൗലോസിൻ്റെ തലയിറക്കുന്നു. അതിനുശേഷം യാക്കോബിൻ്റെ തല വെട്ടിമാറ്റുന്നു. പത്രോസിനെ തല കീഴായി ക്രൂശിക്കുന്നു. ഇന്ത്യയിൽ വന്ന തോമാസ് അപ്പോസ്തലൻ AD 72 വധിക്കപ്പെടുന്നു. ഈ കാലഘട്ടത്തിനകത്ത് AD 64 ഒരു വയോധികനായിരിക്കുന്ന യോഹന്നാൻ യാത്രയായി തുർക്കിയിലെ ഏഷ്യ മൈനർ ആസിയയിലെ 7 സഭകളുമായി അദ്ദേഹം മുൻപോട്ട് പോകുന്നു. ആ കാലഘട്ടത്തിൽ ആസിയയിലെ 7 സഭകൾ എഫെസോസും ലവോദിക്കയും സ്മർണയും ദുദയൂരയും പെർഗമോസും സർദീസും ഫിലാഡൽഫിയ സഭ ഭരണകൂടങ്ങൾ തുടങ്ങുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടനുബന്ധിച്ച് 2 ഭരണാധികാരികൾ, ഏദോമിൻ്റെ ഗവർണറായ ഹെരോദാവും റോമിൻ്റെ കൈസറായ പീലാത്തോസും, തൊട്ടുപിറകെ വരുന്നത് ബെസ്പേഷ്യൻ, അതിന് പിറകെ റോമാ നഗരം ചുട്ടരിച്ച നീറോ ചക്രവർത്തി, അതിന് പിറകെ വരുന്നത് ലൗദിയോസ്, അതിനുശേഷം ക്ലൗഡിയോസ്. AD 90 കാലഘട്ടം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് 60 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗ്രേറ്റ് ഡൊമീഷ്യൻ എംപയർ എന്ന് പറയുന്ന റോമൻ്റെ ഭരണാധികാരി വരുന്നു. അവൻ പടയാളികളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കുഞ്ഞുങ്ങളെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ തച്ചൻ്റെ മകൻ യേശു രക്ഷകനെന്നും അവരാരും പറയത്തില്ല. അവർ പറയുന്നത് കാർപ്പൻറ്ററുടെ സൺ, അഥവാ തച്ചൻ്റെ മകൻ്റെ വചനം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? പടയാളികൾ അക്കമിട്ട് നിരത്തി സാർ സേഫാനോസിനെ കാലമുരിക്ക് അയച്ചു. അവരുടെ ഭാഷ. പൗലോസിൻ്റെ തലയറുത്തു, യാക്കോബിൻ്റെ തല വെട്ടി, പത്രോസിനെ തല കീഴായി ക്രൂശിച്ചു. ഇങ്ങനെ ഓരോ പട്ടിക ശ്രേണി നിരത്തിയപ്പോൾ ഇപ്പോൾ ആരെങ്കിലും അപ്പോൾ പറഞ്ഞു, ഒരുവനുണ്ട് തുർക്കിയിലെ ഏഷ്യ മൈനറിൽ ആസിയയുടെ സീനിയർ പാസ്റ്ററായി സെൻട്രൽ സഭയിലെ എഫെസോസിൽ ഇരിക്കുന്നു. അപ്പോൾ ഡൊമീഷ്യൻ ഒരു താളിയോലയ്ക്കകത്ത് തിരുത്താണി എടുത്തു പറഞ്ഞു, ഈ മനുഷ്യനെ എൻ്റെ മുൻപിൽ കൊണ്ടുവരേണ്ട, അവസാന പുള്ളി ഇവിടെ നിന്നൊക്കെ യാത്രയാക്കോ. അവന് കൊടുത്ത ശിക്ഷാവിധി കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുവാനുള്ള കൽപ്പന. എന്ന് രാത്രി പ്രഭാതത്തിൽ 5:30 മണിക്ക് ഒരു അപ്പച്ചൻ വീട്ടുമുറ്റത്തല്ലെങ്കിൽ സിറ്റ് ഔട്ടിലിരുന്നല്ലെങ്കിൽ ഫ്രണ്ട് റൂമിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ പള്ളിയുടെ പുറംപറമ്പിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടപട 6 കുതിരകൾ 12 പടയാളികൾ റോമിൻ്റെ ചരിത്രത്തിൽ വരും.
വരുന്നു. വയോധികനായ യോഹന്നാന്റെ കൈകാലുകൾ വന്ദിക്കുന്നു. ചർച്ചിനകത്ത് കമ്മിറ്റിക്കാരില്ല, സെക്രട്ടറിക്കാരില്ല, ആരുമില്ല. അദ്ദേഹത്തിനോട് പറഞ്ഞ് താങ്കളുടെ അവസാനമാണ്. അദ്ദേഹം ഞെട്ടിപ്പോയി. ആരോട് പറയുവാണ്? കൈകാലുകൾ വന്ദിച്ചു. കൽപ്പനയൊന്നും വായിച്ചില്ല. നേരെ കൊണ്ടുപോയി ഒരു കാരാഗ്രഹത്തിനകത്ത് ഇതുപോലെ തടി പോലെ ഒരു പ്രതലത്തിനകത്ത് വയോധികനായ യോഹന്നാനെ കിടത്തി കൈകാലുകൾ ബന്ധിച്ചു. 6 മണിക്ക് സൈറൺ മുടങ്ങുന്നു. 6 ആയപ്പോൾ മുഖാവരണം ധരിപ്പിച്ചു. ഒരു കത്തിയെടുത്ത് കീറുന്നതിന് വേണ്ടി അന്നനാളം മുതൽ കീറുവാനുള്ള സ്പോട്ടിനെ വരച്ചെന്ന ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 മണിയായപ്പോൾ അടുത്ത സൈറൺ മുടങ്ങുന്നു. യോഹന്നാൻ നിർനിമേഷനായി തല മുഴുവൻ മുഖാവരണം കൊണ്ട് പുതപ്പിച്ചു. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം. പലരും അത് പാടത്തില്ല. ഇന്ന് കുഞ്ഞാൻ്റെ വളരെ സന്തോഷത്തോടെ ക്രൂശിന്റെ ന്യായവിധി ഭയങ്കരമായ ന്യായവിധിയായിരുന്നു. 156 മുള്ളുള്ളൊരു കിരീടം, 39 അടികൾ. പീലാത്തോസ് കൊടുത്തുവിട്ട 3 അണികളിൽ നാഥൻ തൂങ്ങി. അതിനപ്പുറത്ത് അവൻ്റെ ശരീരം മുഴുവൻ വാർന്നുപോയി. അതാ അന്നത്തെ റോമിൻ്റെ ഒരു പടയാളി ഉണ്ടായിരുന്നു. അവനെ ചരിത്രം രേഖപ്പെടുത്തുന്ന പെരിട്ടോണിയസ് എന്ന അവൻ്റെ കയ്യിലായിരുന്നു ചാട്ടവാർ. റോമിൻ്റെ ചരിത്രം ബൈബിളിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ഒരു ചാട്ടവാറിനകത്ത് 2 ചൂണ്ടകൾ, ഒന്ന് ഈയക്കട്ടയും വാളച്ചൂണ്ടയും. ഒരു വശത്ത് ഇത് വീശുമ്പോൾ ശരീരം തകരും, മറുവശത്ത് മാംസം ഉരുകി ഇങ്ങനെ ഇറങ്ങും. അങ്ങനെ വലിച്ചു കീറിയ ശരീരം, വിരൂപമാക്കപ്പെട്ട ശരീരം കണ്ട് ആ കൂട്ടത്തിൽ ഒരു പടയാളി ആ കത്തിയുമായി വന്ന് വയോധികനായ യോഹന്നാനെ കൊല്ലുവാൻ. ആകെ ബന്ധനസ്ഥനായി കിടക്കുന്ന യോഹന്നാന്റെ ശരീരത്ത് പതിയെ കത്തി കീറുവാൻ തുടങ്ങി. താഴോട്ടിറങ്ങിയപ്പോൾ ശരീരം ഒട്ടിപ്പിടിക്കുന്നു, രക്തം വരുന്നില്ല. അനവധി പേരുടെ ശരീരത്തിനകത്ത് കത്തി ഇറങ്ങിയ പടയാളി അവിടെ ഉടവാൾ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, നെവർ ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല. ഇദ്ദേഹത്തിന്റെ അകത്ത് എന്തോ അസാമാന്യ ശക്തിയുണ്ട്, കെട്ടഴിച്ചു വിട്ടേക്ക്. കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ കാരാഗ്രഹത്തിനകത്ത് അദ്ദേഹത്തെ സഹായിപ്പാൻ ആരുമില്ല, ശരീരത്തിനകത്ത് കത്തി ഇറങ്ങിയിട്ടും അദ്ദേഹം മരിച്ചില്ല, എന്തുകൊണ്ട് മരിച്ചില്ല? അപ്പച്ചാമച്ചി, അതിന്റെ പിൻപിൽ ഒരു വാഗ്ദത്തമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, കോവിഡ് 4 പ്രാവശ്യം അടിച്ചേക്കാം. നാട്ടുകാർ പറയുക 50 വയസ്സേ തികച്ചോൾ, അറ്റാക്കോട് കൂടി പോകും. നെവർ അതൊന്നുമല്ല. ഇന്ന് രാത്രി നീ ഇറങ്ങിയ നാളിൽ നിന്റെ പുരയ്ക്കകത്ത് ഓലപ്പുരയ്ക്കകത്ത് വചനമെടുത്ത് കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിയപ്പോൾ, ദൈവസന്നിധിയിൽ നീ മുട്ടുമടക്കിയപ്പോൾ, വഴിത്താരകളിൽ നീ പ്രാർത്ഥിച്ചപ്പോൾ, രാത്രിയുടെ യാമങ്ങളിൽ ബൈബിളിനകത്ത് തുണ്ട് പേപ്പർ എഴുതി വെച്ച പ്രാർത്ഥനയുടെ നിവർത്തി നിന്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. വാഗ്ദത്തമുള്ളവനെ തകർത്തുവാൻ ഒരു രോഗശക്തികൾക്ക് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ലോകം പറയും നീ തകർന്നു പോകും, നിന്റെ കുടുംബങ്ങൾ തകർന്നു പോകും, കുഞ്ഞുങ്ങൾ തകർന്നു പോകും. ഇന്ന് രാത്രി സിസ്റ്റർ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഒരുപക്ഷെ ക്യാൻസർ 4ാമത്തെ സ്റ്റേജ് ആയിരിക്കും. RCCയുടെ വാതിലിന്റെ പിൻപിൽ ഡോക്ടർമാർ പാലിയേറ്റീവ് ആരുകാരം കുഞ്ഞുങ്ങളോട് പറയും, പോയാൽ ഒരു 3 മാസം ഒരു ശവപ്പെട്ടി റെഡിയാക്കിക്കോളാം. എന്നാൽ ഇന്ന് രാത്രി RCCയിലെ പാലിയേറ്റീവ് ഡോക്ടറിന്റെ കരമല്ല ഇന്ന് രാത്രി നിന്നെ പിടിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി കരം ഉയർത്തി പറയണ ഡോക്ടറല്ല വലുത്. ഇന്ന് രാത്രി എൻ്റെ മേലൊരു കരം ഇറങ്ങി വന്നിട്ടുണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കരം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം കല്ലറയ്ക്കകത്തേക്ക് യാത്രയായ സഹോദരിമാരുടെ ഉള്ളിലൊരു പ്രശ്നമുണ്ടായിരുന്നു. ഞങ്ങളുടെ കല്ലുരുട്ടി മാറ്റും. എന്നാൽ ഇന്ന് രാത്രി നീ കൺവെൻഷന്റെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, നീ മടങ്ങി ചെല്ലുന്നതിന് മുമ്പ് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി നിന്റെ ഭാരമുള്ള കല്ലുകളെ മാറ്റുവോ. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അവർ പോകുമ്പോൾ അവർക്ക് മുമ്പായി ദൂതൻ ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ച് ആരാധിക്കുമെങ്കിൽ ഇരുമ്പോടമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടി മാറ്റുന്ന ദൈവം, നിനക്ക് മുമ്പായി ദൂതനെ അയക്കുന്ന ദൈവം. വിശ്വസിച്ച ഈ രാത്രി നീ ദൈവത്തിന്റെ മഹത്വം കാണും. 2025 നവംബർ മാസം 1-ാം തീയതി പറയണം, ഇന്ന് രാത്രി എൻ്റെ വീട്ടിനകത്തൊരു കരം ഇറങ്ങി വരുന്നുണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കരം. ഇന്ന് രാത്രി എൻ്റെ രോഗത്തിന്റെ മേലൊരു കരം ഇറങ്ങി വരുന്നുണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കരം. ഇന്ന് രാത്രി നിന്റെ ശാപത്തിന്റെ ബന്ധനങ്ങളെ തകർക്കുക. ഇന്ന് രാത്രി അടിമതുഖത്തിന്റെ ചങ്ങലകളെ തകർക്കുക. ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ചെറുപ്പക്കാര ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യവും വന്ന് കാണ്. നിമിഷൽ മധു ശ്രീധർ സാറിൻ്റെ അടുത്ത് പോയി കാണും. ഒരു പക്ഷേ നിൻ്റെ സഹോദരനോട് പറഞ്ഞു കാണുമോ, അനശേഷി ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇനി മയക്കിയിട്ട് സർജറി ഒന്നും നടക്കത്തില്ല, പോകുന്നവരെ പോകട്ടെ. നെവർ. ഇന്ന് രാത്രി സർജറി അല്ല വലുത്. ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യം അടിക്കും. ഒരു പക്ഷേ ഡോക്ടർ പറയും ഒരു പെരിയ അറ്റാക്കോട് നീ തീരുമെന്ന്. എന്നാൽ ഇന്ന് രാത്രി ദൂട്ടാ പിശാചി നടുങ്ങട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവനാകുന്നു. വാഗ്ദത്തമുള്ളവൻ ശരീരത്തിനകത്ത് കാത്തു കയറിയാൽ സ്വർഗത്തിലെ ദൈവം അവനെ പുറത്തു കൊണ്ടുവരും.
വാഗ്ദത്തമുള്ളവൻ മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ കിടന്നാലും അവൻ്റെ വീട്ടിനകത്ത് ദൈവം കൊണ്ടുവരും. ഇന്ന് രാത്രി ICU യൂണിറ്റിനകത്ത് കിടന്നാൽ നാളുകൾ നിനക്ക് വേണ്ടി എഴുതി വെച്ചാലും അതിൻ്റെ നടുവിൽ നിന്ന് നിന്റെ കണ്ണുനീരിന് മറുപടി തരുവാൻ ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വാസം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? കരമുയർത്തുന്ന ദൈവമക്കൾക്കായി പർവ്വതങ്ങൾ ഇന്ന് രാത്രി നിന്റെ മുൻപിൽ നീങ്ങ്. ഇന്ന് രാത്രി ഭണ്ഡാരകോണത്ത് കുന്നുകളെല്ലാം തകർന്നു പോകും, മലകളെല്ലാം ഇവിടെ ഇടിഞ്ഞു പോകും, താഴ്വരകളെല്ലാം തകർന്നു പോകും, വൻകിട അൻപര ചുംബികളായ കെട്ടിടങ്ങൾ വീട്. എന്നാൽ അമ്മച്ചി ഈ രാത്രി കരമുയർത്തി പറയണ, ഇന്ന് രാത്രി എന്നെ വിളിച്ച ദൈവത്തിന്റെ ദയ എന്നെ വിട്ടുപോകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പരാജയത്തിന്റെ ദൈവമല്ല ഇന്ന് രാത്രി മാനിക്കുവാൻ കരുത്തുറ്റ ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. നീ തകരുമെന്ന് തൊട്ട് പിശാച് പറയും, ലോകക്കാർ പറയും നിന്റെ കുടുംബം തകരുമെന്ന്, കുഞ്ഞുങ്ങൾ തകരുമെന്ന്. നെവർ നെവർ. വാഗ്ദത്തമുള്ളവൻ ഏത് കാരാഗ്രഹത്തിൽ കടന്നാൽ അതിൻ്റെ നടുവിൽ നിന്ന് അവനെ കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. വാഗ്ദത്തമുള്ളവൻ ഏത് സർജിക്കൽ റൂമിൽ കടന്നാൽ അവനെ പൊന്നു പോലെ പുറത്തു കൊണ്ടുവരാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. വാഗ്ദത്തമുള്ളവൻ ഏത് കുടിലിനകത്ത് കടന്നാൽ അവനെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമകൾക്കാർ ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പടയാളികൾ ചെന്ന് ആരോട് പറഞ്ഞെന്നറിയാമോ? ഡൊമീഷനോട് പറഞ്ഞു, സാറേ ഈ മനുഷ്യനെ കൊല്ലുവാനൊന്നും കഴിയത്തില്ല. ഡൊമീഷൻ പറഞ്ഞു, പൊക്കോ 4 ദിവസം കഴിഞ്ഞ് അടുത്ത ശിക്ഷാവിധി തരാം. 4 ദിവസം കഴിയുമ്പോൾ അടുത്ത ശിക്ഷാവിധി കൊടുക്കുന്ന വയോധികനായ യോഹന്നാന്റെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോകണം. എന്നിട്ട് അവിടെ തിളയ്ക്കുന്ന കുട്ടുകത്തിനകത്ത് അദ്ദേഹത്തിനെ മൂക്കി കൊല്ലുകയാണ്. ഒരു ദിവസം രാവിലെ 90 വയസ്സ് കഴിഞ്ഞ അപ്പച്ചൻ്റെ മുൻപിലേക്ക് പടയാളികൾ വന്ന് ഉപദേശി, താങ്കളുടെ അന്ത്യദിനമാണ്. അദ്ദേഹം പറഞ്ഞു, എന്താ കാര്യം? താങ്കളെ കൊണ്ടുപോയി തിളച്ച എണ്ണയ്ക്കകത്ത് കുട്ടുകത്തിനകത്തിട്ട് മുക്കി കൊല്ലുവാനുള്ള പദ്ധതിയാണ്. ചർച്ചിനകത്ത് ആരുമില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രശ്നമായ മുഖത്തോടെ വയോധികനെ കൊണ്ടുപോയി 9 മിനിറ്റ് ഒരു എണ്ണയ്ക്കകത്ത് മനുഷ്യൻ വീണാൽ ചൂട് ശരീരത്തിനകത്ത് വ്യാപരിക്കും. ഒരുപക്ഷെ ബ്ലഡ് ക്ലോട്ടാവാൻ സാധ്യത, അസ്ഥികൾ ഞെരുങ്ങാനുള്ള സാധ്യത, മരണം കാണും. വയോധികനായ യോഹന്നാനെ കൈകാലുകൾ ബന്ധിച്ച് ഒരു കുട്ടുകത്തിനകത്ത് കൊണ്ടുപോയിട്ട് ചില നിമിഷങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണം കാണുവാൻ കാത്തിരിക്കുന്നു. എന്നാൽ 9 മിനിറ്റിന് മുമ്പ് അദ്ദേഹം തല ഉയർത്തി, കാട്ടുപോത്തിൻ്റെ തല ഉയർത്തുന്ന പോലെ തല ഉയർത്തിയിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങൾ ഇതിനകത്ത് നല്ല പുതപ്പ് വല്ലതുമുണ്ടെങ്കിൽ ഒന്ന് തന്നാട്ടെ, എനിക്ക് ഇതിനകത്ത് പുതയ്ക്കാൻ വേണം. മനസ്സിലാകുന്നവർക്ക് ഇന്ന് രാത്രി ശരീരത്തിനകത്ത് കത്തി കയറിയിട്ട് യോഹന്നാൻ മരിച്ചില്ല. തിളയ്ക്കുന്ന കൂട്ടുകത്തിനകത്ത് അദ്ദേഹം വീണിട്ട് മരിച്ചില്ല. ഇന്ന് രാത്രി സഹോദര സിസ്റ്റർ ബ്രദർ ചോദിക്കും, എന്തുകൊണ്ട് പാസ്റ്റർ മരിച്ചില്ല? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അദ്ദേഹം എഴുതിയിട്ടില്ല. ഒരിക്കൽ കൂടി വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. നിന്റെ പ്രോമിസുകളെ നിവർത്തിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി നിന്റെ അയൽക്കാരൻ നിന്റെ മരണം കാണുവാൻ കാത്തിരിക്കും. മന്ത്രവാദി നിന്റെ കുടുംബം തകരുന്നത് കാണുവാൻ കാത്തിരിക്കും. തൂട്ടാ പിശാചി നിന്റെ പടക് തകരുന്നത് കാണുവാൻ കാത്തിരിക്കും. എന്നാൽ അതിൻ്റെ നടുവിലും വാഗ്ദത്തമുള്ളവനെ കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ തല പോലെ ഉയർത്തുക. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പരാജയം കാണുവാനിരുന്ന കൂട്ടുവേലക്കാരുടെ നടുവിൽ നീ തകർന്നു പോകുമെന്ന് രേഖ എഴുതിയവന്റെ മുൻപിൽ ഇന്ന് രാത്രി നിന്നെ ഉയർത്തുക. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വചനം മനസ്സിലാകുന്നവർക്കായി പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ ഒരു സർജിക്കൽ ബ്ലേഡിന് കഴിയത്തില്ല. പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ ഒരു കോവിഡിന് കഴിയത്തില്ല. പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ ഒരു അറ്റാക്കിന് കഴിയത്തില്ല. പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ ഭരണാധികാരികളുടെ രേഖകൾക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രി നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവസാഗത. ഇന്ന് രാത്രി നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ സാധാരണ പുസ്തകമല്ല. കുട്ടസനും മായാവിൻ ഡിങ്കനും ഒന്നുമില്ല. ബൈബിൾ വാഗ്ദത്തങ്ങളുടെ വചനങ്ങൾ, വാഗ്ദത്തങ്ങളുടെ വചനങ്ങൾ. 8000-ൽ പരം വാഗ്ദത്തങ്ങൾ ബൈബിളിനകത്ത്. ഇന്ന് രാത്രി ബൈബിൾ കൂടെ ന്യായാധിപന്മാർ ന്യായപരിപാലനം നടത്തുന്ന ഒരു കാലം. അന്നത്തെ ഒരു പ്രത്യേകതയുണ്ട്. ആ സമയത്ത് ഒരു സംഭവമുണ്ടായി. ഒരു ഭർത്താവ് ഭാര്യ എലിമലേക്ക്, ഭാര്യ നവോമി മംഗളോൻ കില്ലിയൻ. അവർ പാത്രത്ത സ്ഥലം ബേത്ത് ബേത്ത് എന്ന് പറഞ്ഞാൽ വീട്, ലഗമെന്ന് പറഞ്ഞാൽ ചാപ്പാട്. ഹിന്ദിക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അരാംസെ കാന മിൽനേക്ക ജഹാഗെ ബേത്തിലകെ. അവിടെയും പട്ടിണി വന്നെന്ന് സ്വോത്രം. എല്ലായിടത്തും പട്ടിണി വരും. അതായത് പ്രകൃതി ക്ഷോഭങ്ങൾ. അവർ 400 കിലോമീറ്റർ പുറകോട്ട് യാത്ര ചെയ്തു. യാത്ര ചെയ്ത പട്ടണത്തിൻ്റെ പേര് മോവാബ്. മാപ്പച്ചാമച്ചി മോവാബ് ആരായിരുന്നു? പണ്ട് ലോത്തിൻ്റെ മക്കൾ അപ്പനാൽ ഗർഭം ധരിക്കപ്പെട്ടു. 1000 ആണ്ട് ശാപത്തിൽ കിടന്ന ഒരു തലമുറയാ ലോത്തിൻ്റെ തലമുറകൾ. 1 മോവാബ്, ഈജിപ്തിനോട് ചേർന്നൊരു സ്ഥലമാണ്. 2 ഇന്നത്തെ ജോർദാൻ്റെ തലസ്ഥാനമായ അമ്മാൻ. അതാ ജോർദാൻ്റെ ഈ തലസ്ഥാനം അമോന്യർ അവിടത്തേക്ക് വന്നു. അവിടെ വന്നപ്പോൾ ഒരു സംഭവം നടന്നു. എന്താ സംഭവം എന്നറിയാമോ? ഇവിടെ 2 കല്യാണം പടപടാ നടന്നു. എന്താ കല്യാണത്തിൻ്റെ പ്രത്യേകത? 2 പെൺകുട്ടികൾ വീട്ടിനകത്ത് വന്നു. ഒരുവളുടെ പേര് രൂത്ത്, മറ്റവളുടെ പേര് ഓർപ്പ. വീട്ടിനകത്ത് സന്തോഷമായി കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ കുഞ്ഞുങ്ങൾ എവിടെയോ മധുവിധുവിനോ ട്രാവൽസിനോ ഒക്കെ പോയപ്പോൾ 1-ാമത്തെ ശവപ്പെട്ടി വീട്ടിനകത്ത് അപ്പൻ്റെ മരണത്തിൻ്റെ ശവപ്പെട്ടി വന്നു. ആര് മരിച്ചു? എലിമലേക്ക് മരിച്ചു. കണ്ണുനീരും കഞ്ഞിയും കട്ടൻ ചായയും എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ 2-ാമത്തെ ശവപ്പെട്ടി വരുന്നു. ആ ശവപ്പെട്ടിയുടെ പേര്
മംഗളൂൻ പോയി. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ശവപ്പെട്ടി 3 എണ്ണം ഒരു വീട്ടിൽ. കില്ലിയോനും പോയി. ഒരു വീട്ടിൽ 3 ശവപ്പെട്ടി വന്നാൽ പിന്നെ വല്ലേ ആരെങ്കിലും വരുമോ, എവിടെയെങ്കിലും വരുമോ? ബ്രാഞ്ച് എന്ന അമ്മച്ചി കുഞ്ഞുങ്ങളെ പെൺകുട്ടികളെ വിളിച്ച് പറഞ്ഞിട്ട്, മക്കളെ, യഹോവയുടെ കൈ എനിക്ക് വിരോധമായിരിക്കുന്നു, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ പാസ്പോർട്ടിനകത്ത് ബേദലഹേമിലെ വിഷയമുണ്ട്, ഞാൻ അവിടത്തേക്ക് പോവുക, ഓൺലൈനിലൊരു ടിക്കറ്റും എടുക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി അമ്മായിയമ്മയോട് ചേർന്ന് ഒരു ചുംബനം കൊടുത്തു. ചുംബന സമരത്തിൻ്റെ ആദ്യത്തെ ലീഡറാ ഓർപ്പ. ചേട്ടൻ മരിച്ചപ്പോഴേ വാട്സപ്പിൽ ആരുമായിട്ടോ ഇവള് കണക്ഷൻ ഉണ്ടായിരുന്നു. സ്വോത്രം. സഭയിൽ കർത്തൃമേശ നടത്തിയ ഹല്ലേലൂയ പറയത്തില്ല, കാത്തിരിപ്പ് യോഗത്തിന് വരത്തില്ല, അമ്മായിയമ്മയെ കടന്തൽ കുത്തിയോലിരുന്നത്. പക്ഷേ ഇന്ന് ഓർപ്പ ചുംബിച്ചു പിരിഞ്ഞു. അതാ കർത്താവിൻ്റെ വരവ്. ലൂക്കോസ് 21, 34, 35, 36 വീട്ടിൽ ചെന്നത് വായിക്കാം. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ. ആ രാത്രി 2 പേരൊരു കിടക്കമേലായിരിക്കും, 2 പേർ തിരികല്ലിൽ പൊടിച്ചിട്ടിരിക്കും. തിരികല്ലിൽ പിടിച്ച 2 പെൺകുഞ്ഞുങ്ങളായിരുന്നു. 1 ഓർപ്പ, 2 രൂത്ത്. ഓർപ്പ മതിലിയാടിപ്പോയി. PT ഉഷ ഓടിയതിനേക്കാൾ നല്ല മെഡൽ കിട്ടിയെന്ന് മനസ്സിലാകുന്നവർക്കായി. ആ സമയത്ത് രൂത്തിനോട് അമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞെ, കർത്താവിൻ്റെ കരം എനിക്ക് വിരോധമായിരിക്കുന്നു, നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എനിക്കിനി ഒരു പൈതലുണ്ടായാലും നിന്റെ ഭാര്യ ഭർത്താവാകാനും പറ്റത്തില്ല, അതുകൊണ്ട് നീ നിന്റെ ദേവന്മാരുടെ അടുത്തേക്ക് പോകാൻ. ഓർപ്പ പോയതുപോലെ. അന്നേരം അമ്മച്ചിയോട് അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മച്ചിയെ അങ്ങനൊന്നും എന്നോട് പറയരുത്. അമ്മച്ചിയുടെ കയ്യിലൊരു പുസ്തകമുണ്ട്, അതിൻ്റെ പേരാ യഹോവയുടെ ന്യായപ്രമാണം. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ആശ്ചര്യത്ത് നട്ടിരിക്കുന്നത് സക്ക സമയത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ആയിരിക്കും. അവനോ അവളോ ഉള്ളിൽ ആഗ്രഹിക്കുന്നതൊക്കെ സ്വർഗം സാധിപ്പിച്ചു കൊടുക്കും. അവൾ കരമുയർത്തി 7 കാര്യം അമ്മച്ചോട് പറഞ്ഞു. അമ്മച്ചി പോകുന്നിടത്ത് ഞാൻ പോകും, അമ്മച്ചി പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും, അമ്മച്ചി കൂട്ടായ്മ അനുഭവിക്കുന്നിടത്ത് ഞാൻ കൂട്ടായ്മ അനുഭവിക്കും, അമ്മച്ചി വിശുദ്ധ ജനത്തിന് കരം കൊടുക്കുമ്പോൾ ഞാനും കരം കൊടുക്കും. ഈ അമ്മച്ചിയെ വിട്ടുപോകാൻ എന്നോട് പറഞ്ഞത്. 7ാമത്തെ കാര്യം പറഞ്ഞു, മരണം എന്നെ വേർപിരിക്കുന്നത് വരെ ഈ വചനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. മനസ്സിലാകുന്നവർക്കായി അന്നേരം ആ വഴി തെളിഞ്ഞത്. തമിഴ്നാട്ടിൽ இந்த நாள்களில் பேசுகிறது உண்மையான சுவிசேஷம் പറയുന്നത് കൈ ഉയർത്തി കർത്തരെ ഏമാത്തി കാണിക്കുക. അന്തമാതിരി കൈ ഉയർത്തി ഒന്ന് ഏമാത്തി കാണിച്ചിട്ടൊന്നും കാര്യമേ കിടയാതെ. ദൈവസന്ധിയിൽ നീ തീരുമാനമെടുക്കുമ്പോൾ പുതുവഴികളെ തുറക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. 1000 ആണ്ട് ശാപത്തിൽ കിടന്ന പെൺകുട്ടിയുടെ പിൻപിൽ ചലിച്ച ഒരു കരമുണ്ട്, യഹോവയുടെ ന്യായപ്രമാണത്തിൻ്റെ കരം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അന്നേരം അവൾക്കൊരു വിസ കിട്ടി. എവിടത്തേക്ക് കിട്ടി? ബേദലഹേമിലേക്ക്. നല്ല യാത്രയായിരുന്നു. അമ്മച്ചി മോളുടെ യാത്രയായി. ഇപ്പം വീടില്ല, കൂടില്ല. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ കൊറ്റാമത്തെന്ന് പരശുവയ്ക്കലോട്ട് വരുമ്പോൾ വയലിൻ്റെ സൈഡിൽ ഒരു ടെൻ്റ് അടിച്ച് കിടക്കുക. നാട്ടുകാരല്ല, തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞു, ഈ തള്ള എങ്ങാണ്ട് പോയിട്ടൊരു കറുത്ത പെങ്കൊച്ചിനെ കൊണ്ടുവന്ന് കിടക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി വിഷമിക്കേണ്ട. സ്വോത്രം. ഇങ്ങനല്ലേ നമ്മുടെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ വീട്ടിനകത്ത് പട്ടിണിയും ഒരു രക്ഷയില്ല. അമ്മച്ചി പറഞ്ഞു, പരശുവയ്ക്കൽ നമ്മുടെ അമ്പലം കഴിഞ്ഞ് പോകുമ്പോൾ ബോവസിൻ്റെ വയലുണ്ട്, നീ പോകാൻ. ഇന്നത്തെ പെൺപിള്ളേരാന്നേ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കും. മനസ്സിലാകുന്നവർക്കായി. എന്നാൽ അമ്മച്ചി പറഞ്ഞു കേട്ട് രാവിലെ രൂത്ത് കൊറ്റാമത്തുനിന്ന് യാത്രയാണ്. എവിടെ? പരശുവയ്ക്കൽ ബോവസിൻ്റെ വയൽ വന്നു. ബോവസിൻ്റെ വയൽ വന്നപ്പോൾ ബോവസിൻ്റെ പണിക്കാർ കണ്ടിട്ട് പറഞ്ഞു, ഇറങ്ങരുത്, നീ കറുത്ത വർഗത്തിൽപ്പെടുന്ന 1000 ആണ്ട് ശാപത്തിൽ കിടന്ന പെങ്കൊച്ച. ആ സമയത്ത് അവൾ വയലിൻ്റെ കരയ്ക്കിരുന്നു. ഇന്നത്തെ പെങ്കൊച്ചുങ്ങളായിരുന്നേ ചിലപ്പോൾ കല്ലെറിഞ്ഞിട്ട് പോയെന്നെ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അവൾ കാത്തിരുന്നു. കാത്തിരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ കരങ്ങളിൽ നന്മണി തരാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി നീ പരാജയത്തോടെ ഇവിടെ നിന്ന് പോകരുത്. വയലിൻ്റെ വക്കത്തിരിക്കുന്നവനെ വയലിനകത്തിറക്കാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. കർത്താവിന് വേണ്ടി പണ്ടാരക്കോണത്തെ കുന്നുപളയിലും പരശുവയ്ക്കത്തിലും മലഞ്ചിറ്റിലും ഇറങ്ങിയ ആദ്യം വീടും കാറും കമ്പ്യൂട്ടറും ഒന്നും തരുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. വയലിൻ്റെ കരയ്ക്കകത്തിരിക്കുന്നവനെ പോഷിപ്പിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. നീ ആരാധനയ്ക്ക് വേണ്ടി ദൈവസഭയിൽ ഇറങ്ങി വന്നാൽ വചനം കേട്ട് മുട്ടുമടക്ക് നിന്റെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റുവാൻ കരുത്തുറ്റവനാ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി അതുകൊണ്ട് പറയണം, 1-ാം ദിവസം അവൾ വന്നു, അവൾക്ക് നന്മണി കിട്ടി, വീട്ടിൽ കൊണ്ടുപോയി ചവിട്ടിപ്പൊഴിച്ചു. 2-ാം ദിവസം അവൾ വന്നപ്പോൾ പണിക്കാർക്ക് സന്തോഷമായി. അവൾ പുറകെ വരുന്നു. ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് നിരന്തരം സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. വചനം മനസ്സിലാക്കുന്നവർക്ക്. ഇന്ന് രാത്രി എന്താ സംഭവിച്ചത്? 2-ാം ദിവസം വന്നപ്പോൾ യഹൂദൻ്റെ പണിക്കാർ ചോദിച്ചൊരു കാര്യമുണ്ട്, കുഞ്ഞ്, നിന്റെ കരങ്ങളിൽ വല്ലതുമുണ്ടോ? അവൾ പറഞ്ഞു, നല്ലൊരു തോർത്തുണ്ടത്. സ്വോത്ര. നാഗർകോവിലിൽ നിന്ന് മേടിച്ച നല്ല ഇടിപെട്ട് തോർത്തിനകത്ത് എന്താ കൊടുത്തതെന്നറിയാമോ? നല്ലതുപോലെ ചങ്ങടി കണക്കിന് കൊടുത്ത്. അവൾ ഒന്നും പരാതി പറഞ്ഞില്ല. ദൈവസഭയിൽ വന്നിട്ട് പരിഭവം പറയാതെ, പരാതി പറയാതെ, മുട്ടുമടക്കി നീ നിലവിളിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ചങ്ങടിയുടെ നന്മ നിന്റെ വീട്ടിനകത്ത് തരുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി വിശ്വസിച്ച് വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. 3-ാം ദിവസം അവൾ വന്നപ്പോൾ പറഞ്ഞത്, എൻ്റെ കാറ്റും മഴ എല്ലാം ഒക്കെ വരുന്നുണ്ട്, ഇനി നിലത്തിലെ വയലിലെ ഇതൊക്കെ അങ്ങ് വെള്ളത്തിൽ നശിച്ചു പോകും. നീ ഒരു കാര്യം ചെയ്യും, പരശുവയ്ക്ക കടയിൽ പോയി പ്ലാസ്റ്റിക് കയറ് മേടിക്കാൻ. 3-ാം ദിവസം ചുമട അവിടെ തലയിൽ കൊടുത്തത് 10,000 വെക്കാൻ. 4-ാം ദിവസം വീണ്ടും അവൾ വിശ്വാസത്തോടെ വന്നപ്പോൾ
യഹൂദൻ്റെ പണിക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, അയ്യോ കുഞ്ഞെ എന്നും നീ കരയ്ക്കിരിക്കേണ്ട, ഇന്ന് നീ വയലിനകത്തിറക്കി പറക്കിക്കോളാൻ. വചനം മനസ്സിലാകുന്നവർക്ക് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കാൽപതിക്കും. ദേശമല്ല കർത്തൻ എനിക്ക് സ്വന്തമാകും. നീ ദൈവസഭയിൽ ആരാധിക്കാൻ കടന്നു വന്നാൽ, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്, നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് മറുപടി തരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തനാ. സിസ്റ്റർ, ഇന്ന് രാത്രി രൂത്തിൻ്റെ കണ്ണുനീരിനകത്തൊരു കരമിറങ്ങി വന്നെങ്കിൽ പുറപ്പെടാൻ നീ തയ്യാറാണോ? നിറയ്ക്കാൻ ദൈവം തയ്യാറാ. മുട്ടുമടക്കാൻ നീ തയ്യാറാണോ? കളപ്പുരകൾ നിറയ്ക്കാൻ ദൈവം തയ്യാറാ. ഇന്ന് രാത്രി 4-ാം ദിവസം അവൾക്ക് വയലിറങ്ങാൻ ദൈവം ഭാഗ്യം കൊടുക്കുന്നു. നിന്റെ ശാപത്തെ അറുത്തു മാറ്റുവാൻ ഇന്ന് രാത്രി വചനത്തിന് കഴിയും. നിന്റെ പാരമ്പര്യ ബന്ധനത്തെ ഇന്ന് രാത്രി അറുത്തു മാറ്റുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. ഇന്ന് രാത്രി നീ എഴുന്നേൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ, നിന്നെ പ്രകാശിപ്പാൻ കരുത്തുറ്റവനായി ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവ വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. Something is happened in this moment, the precious moment, the mighty presence of Holy Spirit surround the second യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി നിന്നെ നാളുകളായി കരയ്ക്കകത്തിരുത്തിട്ട് വയലിനകത്തിറക്കാതെ നിനക്കെതിരെ കെട്ടിവെച്ച ബൗണ്ടറികളെ പൊട്ടിക്കുക. ഇന്ന് രാത്രി നിന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കാതെ പിശാച് നിന്നെ കരയ്ക്കകത്തിരുത്തിയിരിക്കുന്ന പോരുകളെ തകർക്കുക. ഇന്ന് രാത്രി നീ എഴുന്നേൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ ബോവസിന്റെ നിലത്തിനകത്തിറക്കുക. ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വാസ ആരിന്ന് രാത്രി കരമുയർത്ത്. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. എന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. എന്റെ ഉപവാസത്തിന്റെ മറുപടി കടന്നു വരുന്നു. ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ താക്കോൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പകരുന്ന രാത്രിയ. നിന്റെ അഭിഷേകത്തിന്റെ താക്കോൽ ഇന്ന് രാത്രി നിന്റെ മേൽ പകരുന്ന രാത്രിയ. പിശാച് നാളുകളായി നിനക്കെതിരെ വെച്ച പോരാട്ടങ്ങളെ തകർക്കുക. ഇന്ന് രാത്രി നിന്റെ മേൽ ഒരു അമിത ബലം പകരുന്ന രാത്രിയ. ആർ വിശ്വസിക്കും? ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ വായ് ഇന്ന് രാത്രി ഞാൻ ഒരു അമിത ബലം വായിച്ചിട്ടുണ്ട്. വചനം മനസ്സിലാകുന്നവർക്ക് എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? എന്റെ ദൈവത്താൽ ഞാൻ പടകൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കുക. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ വചനം എവിടെ പോട്ടെ. ഇന്ന് രാത്രി ആത്മനദിയുടെ ഒഴുക്ക് നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങട്ടെ. ഇന്ന് രാത്രി തന്റെ പോരുകളെ തകർത്തുകൊണ്ട് നിന്റെ വാഗ്ദത്തങ്ങളുടെ കണ്ണുനീരിന്റെ മറുപടി. ആരിന്ന് രാത്രി കരമുയർത്ത്. ഡിസംബർ 31 അവസാനിക്കുന്നതിന് മുമ്പ് നവംബർ മാസം 1-ാം തീയതി കരമുയർത്തി വിശ്വാസത്തോടെ പറയണം, എന്റെ പ്രോമിസിന്റെ മറുപടി യെസ്. ഇന്ന് രാത്രി ദൈവകരം വെളിപ്പെടട്ടെ. എന്നും കരയ്ക്കിരിക്കാനല്ല. ഇന്ന് രാത്രി വയലിനകത്ത് ഇറക്കുവാൻ കരുത്തുറ്റവനായ ദൈവത്തിന്റെ കരം ഈ രാത്രി എനിക്ക് വേണ്ടി ചലിക്കുകയാ. വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. 5-ാം ദിവസം വയലിന്റെ ഉടമസ്ഥൻ വന്നു. നിന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ട് സിസ്റ്റർ. ചെറുപ്പക്കാരാ, പതറിപ്പോകരുത്, തളർന്നു പോകരുത്. നീ പ്രാർത്ഥിച്ചാൽ മതി, വിടുതൽ തരുവാ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അവളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കുഞ്ഞെ സ്വന്തമായിട്ട് വല്ലതുമുണ്ടോ? അവൾ പറഞ്ഞു, വീടുമില്ല, കാറുമില്ല. പറഞ്ഞ് നാളെ ആധാറും 2 ഫോട്ടോയായിട്ട് വരാൻ പറഞ്ഞു. സ്തോത്രം. 6-ാം ദിവസം അവൾക്ക് സുന്ദരമായിട്ട് വയൽ രജിസ്റ്റർ ചെയ്ത് കയ്യിൽ കൊടുത്തു. ഇന്ന് രാത്രി വെളിപ്പാട് പ്രസംഗിക്കുന്നതിൽ ഒരു കാര്യം പറയാം. 25 ലക്ഷം രൂപ കയ്യിരുന്നാൽ കൊറ്റാമത്തെ 5 സെന്റ് മേടിക്കാൻ പറ്റത്തില്ല. സന്തോഷമില്ലല്ലോ. 10 ലക്ഷം കയ്യിലിരുന്നാൽ കുറുക്കുട്ടി 2 സെന്റ് ഒരു കടമുറിയോ മേടിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിന്റെ സഞ്ചി ഓട്ട സഞ്ചിയെങ്കിലും അതിനകത്ത് ദൈവത്തിന്റെ കരമിറങ്ങിയാൽ ദൂതേറ്റെടുത്തോണ്ട് ഇന്ന് രാത്രി പോകാവും. നിനക്ക് വഴിയാധാരമായ ആധാർ കാണത്തില്ല, ഫെഡറൽ ബാങ്കിൽ ATM കാണത്തില്ല. പക്ഷേ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? കരമുയർത്തുന്നവർക്ക് നിന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി ഉണ്ട്. മോവാബല്ല നിന്റെ പിന്നിൽ കാണുന്നത്. ബേത്ലഹേമിലേക്ക് വിളിച്ചിറക്കിയ ദൈവത്തിന്റെ കരം നിന്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി ആര് ദൂതേറ്റെടുക്കുക? എൻ്റെ കുടുംബത്തിൽ നിന്ന് ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനോഹരമായ വീട് തരാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭാവി തരാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേളിലേക്ക് വചനത്തിന്റെ ശക്തി, the power of the word of the God ഇന്ന് രാത്രി ഇറങ്ങട്ടെ. സ്വോത്ര പാറയെ തകർക്കുന്ന ചൂട്ടിക പോലെ ഇന്ന് രാത്രി നിന്റെ വിഷയത്തിനകത്ത് വചനത്തിന്റെ ശക്തി ഇറങ്ങുമ്പോൾ ചിലത് നിന്റെ കരങ്ങളിൽ തരുവാ. ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തനാ. 7-ാമത്തെ ദിവസം ഒരു സംഭവം നടന്നു. ലോകം പറയും നിന്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കത്തില്ല, നാട്ടുകാർ പറയും നിന്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കത്തില്ല. നെവർ. ഇന്ന് രാത്രി മുട്ടുമടക്കിയാൽ ബോവസിനെ നിന്റെ പുരയ്ക്കകത്ത് കൊണ്ടുവരുന്നവനാ സ്വർഗത്തിലെ ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? പാരമ്പര്യത്തെ വെട്ടിമാറ്റി വചനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് വയലിനകത്ത് മുട്ടുമടക്കി തയ്യാറാക്കിയപ്പോൾ യഹൂദനെ നിനക്ക് വേണ്ടി രൂത്തെ ഒരുക്കെങ്കിൽ ഇന്ന് രാത്രി കരമുയർത്തി ആര് പറയും എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല? എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? അമ്മച്ചി, നീ അന്യഭാഷ പറഞ്ഞ്
പുറത്തിറങ്ങി ദൈവത്തെ ആരാധിച്ചപ്പോൾ, വീട്ടിനകത്തിറങ്ങി ദൈവത്തെ സ്തുതിച്ചപ്പോൾ പലരും നിന്നെ പരിഹസിച്ച് കാണും, നിന്റെ കുഞ്ഞിന്റെ കല്യാണം നടക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി മേൽത്തരമായ കല്യാണം നടത്തി തരുക. രൂത്തിന്റെ കണ്ണുനീരിനകത്തൊരു കരം ഇറങ്ങി വന്നെങ്കിൽ 2025 നവംബർ 1-ാം തീയതി ആ കരം തളർന്ന കരമല്ല. ഇന്ന് രാത്രി 1000 ആണ്ട് ശാപത്തിൽ കിടന്ന പെൺകൊച്ചിന് വേണ്ടി സർവശക്തന്റെ കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ ഉളവാക്കുവാൻ കരുത്തുറ്റ ദൈവ, ശൂന്യതയിൽ നിന്ന് സകലത്തെ വിളിച്ചു വരുത്തുന്ന ദൈവ, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തപരമായി വഴി നടത്തുന്ന ദൈവ, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം, വയലിലെ ചെടിക്ക് പ്രകാശത്തെ കൊടുക്കുന്ന ദൈവ, ഇന്ന് രാത്രി എന്റെ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കുവാൻ കരുത്തുറ്റവന്റെ കരം ഈ വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ നാളുകളായി പിശാച് കെട്ടിവെച്ച പോരുകൾ, യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തങ്ങൾക്കെതിരെ പോരാടി നിൽക്കുന്ന ശത്രുവിന്റെ കോട്ടകൾ, തലമുറകളുടെ വിടുതലിനെതിരെ തടസ്സമായി നിൽക്കുന്ന അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾ, വിവാഹം വരാതെ തൂട്ട പിശാച് വേലി കെട്ടിയ ചില വേലികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി തകരുന്ന രാത്രിയായി മാറട്ടെ. ലോർഡ് ജീസസ്, പ്രഷ്യസ് മോമെന്റ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ നിന്നെ നിറയ്ക്കുന്നവന് 1 നന്മണി, 2 ചെങ്ങഴി, 3 കറ്റ, 4 വയലിൽ ഇറങ്ങി, 5 വയലിൻ്റെ ഉടമസ്ഥൻ വന്ന്, 6 കയ്യിൽ കാശില്ലാത്തവളുടെ കയ്യിൽ വയലും കിട്ടി, 7 1000 ആണ്ട് ശാപത്തിൽ കടന്ന് പുറംപറമ്പിൽ പിണന്ന് നിന്നെ ആര് മണവാട്ടിയാക്കി ബോവസ്. ഇന്ന് രാത്രി പറയണം, ബോവസിനും പിന്നെ രൂത്തിനും ഒരു സന്തതി ജനിച്ചു, ഒബേദിൻ്റെ സന്തതിയായി ഇശായി ജനിച്ചു. എഡ്വിൻ പാസ് പറഞ്ഞോടെ ഇശായിയുടെ സന്തതിയായി ദാവീദ് ജനിച്ചു. കരമുയർത്തുന്നവർക്ക് ദാവീദിൻ്റെ വേരിൽ നിന്ന് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഭൂതലത്തിൽ വന്നു. പ്രവേശിക്കാൻ ബൈബിളിലേക്ക് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പറയാ, പാവപ്പെട്ട കറുത്ത അമ്മച്ചി പ്രായം ചെന്ന് വടിയും കുത്തി നമ്മുടെ അമ്മച്ചി ഇരിക്കുന്നത് പോലെ ഇന്ന് രാത്രി കൺവെൻഷൻ വന്നു കഴിഞ്ഞാൽ അമ്മച്ചിയോട് ചോദിക്കണം, അമ്മച്ചിയുടെ കുടുംബത്തിൽ എങ്ങനെ ഈ നന്മ യേശു ക്രിസ്തു വന്നു? അമ്മച്ചി പറ, അയ്യോ എനിക്കൊന്നും അറിയത്തില്ല, പണ്ട് ഈ പുസ്തകം ഞാനൊന്ന് ചുമന്നതാ എൻ്റെ നന്മ. കരമുയർത്തുന്നവർക്ക് ഇതിൻ്റെ പുറകെ യാത്ര ചെയ്തതാ എൻ്റെ നന്മ, ഇത് കണ്ടിട്ട് കരഞ്ഞതാ എൻ്റെ നന്മ. അതുകൊണ്ട് ഇന്ന് രാത്രി പറഞ്ഞ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. യെസ്, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ചെറുപ്പക്കാരത്ത് കരമുയർത്തി പറ, സിസ്റ്റർ കരമുയർത്തി പറ, വാലായിട്ടല്ല തലയായിട്ട് നിന്നെ ഉയർത്തുക. ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ എന്ന് നീ കുടിലിനകത്ത് കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി വഴിത്താരകൾ ഒരുക്കുക. നിന്റെ പരാജയം കാണാൻ കാത്തിരുന്നവരുടെ നടുവിൽ ഇന്ന് രാത്രി നിന്നെ ഉയർത്തുക. രൂത്തിന്റെ കണ്ണുനീരിനകത്തൊരു കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി കരം ഉയർത്തുന്ന ദൈവമക്കൾക്ക് ആ കരം എൻ്റെ മേൽ ഇന്ന് രാത്രി പതിക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തിൻ്റെ മേൽ പതിക്കുന്ന രാത്രിയാ. എൻ്റെ കുഞ്ഞുങ്ങളുടെ വാഗ്ദത്തത്തിന്റെ മേൽ പതിക്കുന്ന രാത്രിയാ. ആരിന്ന് രാത്രി കരം ഉയർത്തി പറയും, ഇന്ന് രാത്രി ആത്മാവിൽ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുക, 2025 ഡിസംബർ 31 മുമ്പ് നിന്റെ കുഞ്ഞിന്റെ കല്യാണം നടത്തി തരുവാ. രൂത്തിന്റെ കണ്ണുനീരിനകത്തൊരു കരം ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ബോവസിന്റെ നിലവിളിയുടെ മേൽ രൂത്തിനെ ഒരുക്കിയെങ്കിൽ ഇന്ന് രാത്രി ആ ദൈവ ശക്തൻ ലോർഡ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി വഴികൾ തുറക്കട്ടെ. വയോധികനായ യോഹന്നാനെ നാട് കടത്തുന്നു. ഗ്രീസിൻ്റെ തലസ്ഥാനം ഏതൻസിൻ്റെ ഒരു നദി ഒഴുകുന്ന തേംസ് നദി 60 മൈൽ നീളത്തിൽ ആ നദി ഒഴുകുന്നത് 16 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന 6 മാസത്തിലൊരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലമാണ് പത്മോസ്. അവിടത്തേക്ക് വയോധികനായ യോഹന്നാനെ നാട് കലത്തുന്നു. 90 വയസ്സുള്ള അപ്പച്ചൻ ഒരു പോലീസ് വാഹനത്തിനകത്ത് നെയ്യാറ്റിൻകരക്കാർ പൂജപ്പുര ജയിൽ തട്ടുന്നത് പോലെ ഈ വയോധികൻ അവിടെ കൊണ്ടിട്ടു. അമ്മച്ചി അപ്പച്ച അവിടെ കാണുന്ന 5 കാഴ്ചകളാണ്. ആകാശം മുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കടികൾ, മനുഷ്യൻ്റെ അസ്ഥികഷം വാർന്നു തിന്നുന്ന പരുത്, തലയോട്ടിയുടെ ദുർഗന്ധം, ആ പാറക്കൂട്ട. അദ്ദേഹം വിചാരിച്ചു ഞാനിവിടെ അസ്തമിച്ചു പോകും. ഇന്ന് രാത്രി കാൽവറി ദർശനം കണ്ട കുഞ്ഞ് ഏത് പ്രതിസന്ധിയുടെ നടുവിൽ അവൻ പായ്ക്കകത്ത് മുട്ടുമടക്കും. കരമുയർത്തുന്നവർക്ക് നിന്നെ തകർക്കാൻ കഴുകൻ പദ്ധതി വെക്കും, നിന്നെ തകർക്കാൻ പരുന്ത് പദ്ധതി വെക്കും, നിന്റെ പരാജയം കാണുവാൻ പട്ടാളക്കാർ കാത്തു നിൽക്കും. എന്നാൽ ഇന്ന് രാത്രി പിശാചി നടുങ്ങട്ടെ, കരങ്ങൾ ഉയരട്ടെ. പത്മോസിൽ മാത്രമല്ല, ഇന്ന് രാത്രി ഭണ്ഡാരകുന്നതിൽ കരമിറക്കി പറ, കരങ്ങൾ ഉയരട്ടെ. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. നവർ ഇന്ന് രാത്രി സഹോദരി വിളിച്ചു പറഞ്ഞാട്ടെ, അമ്മച്ചി വിളിച്ചു പറഞ്ഞാട്ടെ, അച്ചായ വിളിച്ചു പറഞ്ഞാട്ടെ, അവരുടെ മുഖം ലജ്ജിച്ചു പോകുകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കേണ്ടവർ നിനക്കെതിരെ നിൽക്കും. ആ പഴയ പുൽപ്പായെ എവിടെ ഇരിക്കുന്ന മേളിലിരിക്കുമ്പോണ്ട് ആ തട്ടും പുറത്ത് താഴെ ഇറക്കി സിസ്റ്ററെ ഒന്ന് കരഞ്ഞാൽ ഒരു കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് യാക്കോബിനെ ഉയർത്തുവാൻ ലൂസിന്റെ പട്ടണത്തിൽ ഒരു കോവണി ഇറങ്ങിയെങ്കിൽ, പൊട്ടക്കിണറ്റിൽ വീണ യോസഫിനെ ഉയർത്തി കൊണ്ടുവരുവാൻ ഒരു കോവണി ഇറങ്ങിയെങ്കിൽ, സിംഹക്കുഴിയിൽ വീണ ദാനിയേലിനെ ഉയർത്തുവാൻ ഒരു കോവണി ഇറങ്ങിയെങ്കിൽ, ഇന്ന് രാത്രി വിശ്വസിച്ചാൽ നിന്റെ വിഷയത്തിൽ
ദേശത്തിന് ഒരു കോപണി കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം ജീവിതത്തിന്റെ പത്മോസകൾ മാറ്റിക്കൊണ്ട് ഇന്ന് രാത്രി നിന്നെ പൊന്നു പോലെ പുറത്തു കൊണ്ടുവരുക. ആരാധിക്കുന്നവന്റെ നടുവിൽ വെളിപ്പെട്ട, മുട്ടുമടക്കുന്നവന്റെ നടുവിൽ വെളിപ്പെട്ട, കണ്ണുനീർ ഒഴുക്കുന്നവന്റെ നടുവിൽ വെളിപ്പെട്ട കാലം 2025 ജനുവരി നവംബർ മാസം 1-ാം തീയതി നിന്റെ വിഷയത്തിനകത്തും ഇറങ്ങി വരുന്ന രാത്രിയാ. വൺ മോർ ടൈം റിവൈസ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുകൾ ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. പ്രിയ മക്കളെ, സ്വർഗം തുറക്കുന്ന കാഴ്ച വെളിപ്പാട്. 7 പൊൻ നിലവിളക്കുള്ള നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അതിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവർ, കാലുലയിൽ ചുട്ടുപഴുപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലം കയ്യിൽ സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. യോഹന്നാൻ മുട്ടുമടക്കി, ആദ്യനന്ത്യൻ ആൽഫാ ഒമേഗ, മരണത്തിൻ പാതാളത്തിൻ താക്കോൽ എന്ന് കൈവശം. യോഹന്നാന്, ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ, മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറ നീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. അപ്പോക്കലിപ്സ്, രംഗപടത്തിന് പിൻപിൽ യുഗത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2-3 ആസിയയിലെ 7 സഭ, 4 സഭ ഇവിടില്ല. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാകളനാഥം ഇവിടെ കയറി വരിക. മേലാൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ 2 ഭാഗങ്ങളാ നമ്മുടെ പനപ്പള്ളിയിൽ ദൈവസഭയിൽ പ്രസംഗിച്ചത്. 3-ാം ഭാഗം ഇന്ന് രാത്രി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചത് ആസിയയിലെ 7 സഭകളിൽ അവസാനത്തെ സഭയാ ഫിലാഡൽഫിയ സഭ. ഈ ഫിലാഡൽഫിയ വെച്ച് അനേക സഭകളുണ്ട്. പക്ഷേ ഫിലാഡൽഫിയ എന്ന പേരെയുള്ള അകത്തെന്തോ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. സ്വോത്രം. ഫിലാഡൽഫിയ സഭയോട് സ്വർഗം പറഞ്ഞു, കുഞ്ഞ്, നിന്റെ സഭയിൽ അധികം പാട്ടുകാരും പ്രവാചകരും അപ്പോസ്തലരും ഒന്നുമില്ല. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ. ആ സ്ഥലം എന്നുകൊണ്ട് തുർക്കിയിൽ അള്ളാഷെയറിലായിരുന്നു ഫിലാഡൽഫിയ സഭ ലോകത്തിൻ്റെ ചരിത്രത്തിൽ. ആ സഭയോട് ദൈവം പറയും, സ്വർഗം പറയുന്നു, സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അപ്പോൾ ഒരു പരീക്ഷാകാലം വരുമല്ലോ. കുന്നുവിളക്കാർക്കും ഭണ്ഡാരകോണത്തുകാർക്കും പണ്ട് പറഞ്ഞാൽ പറ്റത്തില്ല. പക്ഷേ കോവിഡ് വന്നതിന് ശേഷം എല്ലാവർക്കും അറിയാം എന്തോ വരുന്നുണ്ടെന്ന്. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. അതായി ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെയെങ്കിലും ഒരു പരീക്ഷാകാലം വേഗത്തിൽ ബൈബിളിലേക്ക്. നമ്മുടെ ബൈബിൾ 10 യുഗങ്ങൾ. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമക്ഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 നാം ഇന്നായിരിക്കുന്നത് കൃപായുഗം. അതുകൊണ്ട് നമ്മുടെ ജഗോപനശി കുഞ്ഞുങ്ങൾ ഇങ്ങനെ പാടും, കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി. കൃപായുഗം കഴിഞ്ഞാൽ പടപട 4 യുഗങ്ങളുണ്ട്. 1 ഉപദ്രവം, 2 മഹോപദ്രവം, 3 1000 ആണ്ട് വാഴ്ച, 4 നിത്യയുഗം. അങ്ങനെയെങ്കിൽ കൃപായുഗത്തിൽ 3 സംഭവം നടക്കും. 1 ദൈവസഭ എടുക്കപ്പെടും. കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ മനുഷ്യൻ രൂപാന്തരപ്പെടും. അതാ പൗലോസ് ധന്യൻ ചൊല്ലി തെസ്സലോനിക്കരോട് പറഞ്ഞു, കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്ന നാം കാന്തൻ്റെ വരവിലെടുക്കപ്പെടും. അയ്യോ, പെന്തിക്കോസുകാർക്ക് CSIക്കാർക്കും ഒന്നും സന്തോഷമില്ല. സ്വോത്രം. ഈ കഴിഞ്ഞ ദിവസം ലോകത്തിലെ ഏറ്റവും വലിയ സംഗീത സംവിധായകനായിരുന്നു AR റഹ്മാൻ. AR റഹ്മാൻ്റെ അടുത്ത് ആരാണ്ടി എന്ന് ചോദിച്ച്, ഇനി താങ്കൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോയെന്ന്. അപ്പോൾ പുള്ളി പറയാം, ഞാൻ വായിച്ചപ്പോൾ ലോകരും എല്ലാം പറയുന്നു ജീസസ് മടങ്ങി വരും, അത് കാണാൻ താല്പര്യമുണ്ടെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. നമുക്ക് താല്പര്യമില്ല. പുള്ളി ഇതെല്ലാം വായിച്ചിട്ട് പുള്ളിക്ക് വിശ്വാസം ജീസസ് മടങ്ങി വരുമെന്ന്. ആരോ പത്രപ്രവർത്തകരോട് AR റഹ്മാൻ പറഞ്ഞിരിക്കുന്നു, എനിക്കിനി ഒറ്റ കാര്യത്തിലെ സന്തോഷമുള്ളൂ, ജീസസ് മടങ്ങി വരുന്ന കാണാൻ. ആട്ടം. നമുക്ക് ഞങ്ങളെപ്പോലുള്ളവർ പറഞ്ഞ ഉടനെ അങ്ങ് വരരുതെന്ന് മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. പുള്ളി പറയുന്നത് വരാൻ കാലമെന്നാണ്. അങ്ങനെയെങ്കിൽ മഷിക മധ്യാകാശത്തിൽ തൻ്റെ സഭയെ ചേർക്കുവാൻ വരും. രണ്ടാമതായി ഒരു 3-ാം ലോകമഹായുദ്ധം നടക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ ഭണ്ഡാരക്കോണത്ത് ഇസ്രായേൽ ഗാസ സംഘടനമാണ് പ്രസംഗിച്ചത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഗാസയെ പറ്റിയുള്ള പ്രവചനങ്ങളാണ് 1 വർഷം മുൻപ് പ്രസംഗിച്ചത്. പ്രസംഗം കഴിഞ്ഞ് 1 വർഷമായി, ഇന്നും അടി തീർന്നിട്ടില്ല. മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. എഡ്വിൻ ബാസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി റഷ്യ എല്ലാവർക്കും മേധാവിയായിത്തീർന്നു. ഈ ഒരു സംഭവമാണ് ഉലകത്തിൽ നടക്കാൻ പോകുന്നത്. ബൈബിൾ കൂടെ അന്ന് ആ ഭാഗം പെട്ടെന്ന് പോയതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ദൈവസഭയുടെ ഉൾപ്രാമണത്തോടുള്ള ബന്ധത്തിൽ ഒരു വാക്ക് പറഞ്ഞ് മുന്നോട്ട് പോകാം. എന്താ മക്കളെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരാം. 2024 നമ്മുടെ ട്രംപ് അധികാരത്തിൽ വരുവാൻ വഴി വന്നപ്പോൾ പലസ്തീൻ്റെ ഇന്നത്തെ നേതാവ് മഹ്മൂദ് അബ്ബാസി എന്ന് റഷ്യയെ ചെന്ന് പറഞ്ഞു, സാറേ നിങ്ങൾ ഞങ്ങളെ നയിക്കണം. 2025 ഹമാസിൻ്റെ ടോപ്പ് മിലിറ്റൻസ് ആഗിയ സിൻബർ, അത് കഴിഞ്ഞ് ഇസ്മായിൽ ഖനിയ, അത് കഴിഞ്ഞ് മുഹമ്മദ് ഇസഡ് മരിച്ചപ്പോൾ ഹമാസിൻ്റെ പോരാളികൾ റഷ്യയിൽ ചെന്നിട്ട് പറഞ്ഞു, സാർ ഞങ്ങളെ നയിക്കണം. ഇതാ ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട് 3-ാം ലോകമഹായുദ്ധം. ബൈബിൾ തുറക്കുന്നവർക്കായി കുഞ്ഞു വായിക്കത്തില്ല. എസെക്കിയേൽ പ്രവചനം 38:7 ഒരുങ്ങിക്കൊള്ളുക,
നീ അവർക്ക് മേധാവിയാകും. ആരാ? കമ്മ്യൂണിസ്റ്റ് റഷ്യ. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ നിന്റെ കൂടെ കൂടും. അതാ ഖത്തറിനകത്ത് ഇപ്പോൾ കണ്ടത്. 57 പേരും പറഞ്ഞു അമേരിക്ക കൈവടിയാവും, നമുക്ക് റഷ്യയോട് കൂടെ ചേരാം. എവിടെ വെച്ച് നീ സന്ദർശിക്കപ്പെടും? ലാറ്റർ ഡേയ്സ് ആർ യു വിസിറ്റഡ് വെയർ? വാളിനൊടിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തേക്ക് നീ ഒടുക്കം വന്നു ചേരും. എവിടെ? നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വത നിര. കരമുയർത്തുന്നവർക്ക് ഈ അന്തിമ യുദ്ധം അവിടെ വരാൻ പോകുന്ന എസെക്കിയേൽ 38:8 1948 മെയ് 14 വരെ ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തുന്നത് വരെ അറബി ഒട്ടകം ഓടിച്ചു മൂങ്ങ മൂളിയൊരു സ്ഥലം. അങ്ങനെയെങ്കിൽ അത് നടക്കുന്നതിന് ഇവിടെ ഒരു സംഭവം നടക്കും. അതാ 32ാമത് JNSCയുടെ ഇവിടുത്തെ കൺവെൻഷൻ. കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂർ കണ്ടവർക്കായി, അല്ലാതെ കറുത്തമുത്ത് കാണുന്നത് ഓപ്പറേഷൻ സിന്ദൂർക്കാണ്. സ്വോത്രം. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ തുടങ്ങുന്നതിന് മുമ്പ് പാകിസ്ഥാനിലെ 40 കോൺസുലേറ്റുമാരെ ന്യൂഡൽഹിയിൽ നിന്ന് കൊണ്ടുപോയി വാഗാ അതിർത്തിയിൽ ഒരു ബസ്സിനകത്ത് AC ഇട്ട് അവിടെ ഇരുന്നു. മനസ്സിലാകുന്നവർക്ക് ഇസ്ലാമാബാദിൽ നിന്ന് 40 ഇന്ത്യക്കാരെ കൊണ്ടുവന്നു. അടുത്ത AC ബസ്. ഇന്ത്യക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കിയപ്പോൾ പാകിസ്ഥാൻ്റെ പാസ്പോർട്ടും കൊടുത്ത് വാഗാ അതിർത്തിയിൽ അങ്ങോട്ട് കയറ്റി. അവിടുന്ന് ബസ്സിൽ വന്ന 40 ഇന്ത്യക്കാർ ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ട് ഇങ്ങോട്ട് കയറി. അതിനുശേഷം ഒരു കാര്യം നടന്നു. ഗേറ്റ് താഴ്ത്തി, പതാകയും താഴ്ത്തി. 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 6 മണിക്ക് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ അങ്ങോട്ട് കയറി വിമാനം. അങ്ങനെയെങ്കിൽ 3ാം ലോകമഹായുദ്ധം നടക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു കൈമാറ്റം നടക്കും. ആ കൈമാറ്റത്തിൻ്റെ പേര് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത് എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അവരുടെ അറ്റാഷമാരെ കൈമാറുന്നത് പോലെ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും ഇന്ന് രാത്രി. അത് കഴിഞ്ഞാൽ ലോകം ഒരുവൻ്റെ കയ്യിലേക്ക്. അതാ ഞാൻ പറഞ്ഞത്, ഒരുവൻ വന്നാൽ പണ്ടാരക്കോണത്ത് ഞാൻ പ്രസംഗിച്ചു. യെരുശലേമിൻ്റെ ആലയം പണിയും. കുഞ്ഞാട് മുദ്രകൾ ഒന്ന് പൊട്ടിക്കുന്നു. ഇനി ബൈബിൾ എടുക്കുക. വെളിപ്പാട് 6:1-2 കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ടായിരുന്നു. അവൻ ജയിപ്പാനുമായി പുറപ്പെട്ടു. ഒരു വലിയ കിരീടം ലഭിച്ചു. അവിടെയായിരുന്നു നമ്മൾ പനപ്പള്ളിയിൽ പ്രസംഗിച്ച 2ാമത്തെ ഭാഗം. അങ്ങനെയെങ്കിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ ഇവിടെ ഒരു പരീക്ഷാകാലം വരും. ശ്രദ്ധയോടെ ഇരിക്കാം. കുഞ്ഞ് ബൈബിൾ കൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 3-4 വാക്യങ്ങൾ കുഞ്ഞ് സമാധാനത്തിൽ വായിക്കുന്നു. നിങ്ങൾക്ക് ബൈബിൾ തുറക്കാം. വെളിപ്പാട് 6:3-4 പരീക്ഷാകാലം വായിച്ചിട്ട് കുഞ്ഞേ. അവൻ 2ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 1-ാം മുദ്ര ഇസ്രായേലിന്റെ ആലയം അറബ് ലീഗുമായിട്ട് ഒത്തുതീർപ്പുണ്ടാകും. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വായിക്കാം. വരിക എന്ന് 2ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അടുത്ത വാക്ക്. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. ചുവന്നതായ കുതിര. ഒന്ന് ബൈബിൾ കൂടെ വെക്കണം. അതുകൊണ്ട് കുഞ്ഞിനെ വായിപ്പിക്കുന്നില്ല. വെള്ളക്കുതിര ഇസ്രായേൽ ഹമാസുമായിട്ടുള്ള സമാധാനത്തിന്റെ പുറമോടിയ വെള്ളക്കുതിര യഹൂദന്റെ സിനഗോഗ്. അത് കഴിഞ്ഞ് 2-ാം മുദ്ര അവൻ പൊട്ടിക്കുമ്പോൾ കുതിര ഈവിൾ സ്പിരിറ്റ് സാത്താന്യ ശക്തിയെ കാണിക്കുന്നു. വായിക്കാൻ മോളെ അടുത്ത വാക്ക്. അതിന്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. മോള് അവിടെ നിൽക്കട്ടെ. വാക്ക് മാറ്റല്ല. അവിടെ ഒരു പോയിന്റ് വെച്ചേക്കണം. പ്രസംഗം പുറകെ വരുന്നു. ഭൂമിയിൽ മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ആന്റി ക്രൈസ്റ്റ് വരുന്നതിനും വിട്ട് ഇവിടെ കൊലപാതകങ്ങൾ വരും. ആരെയും കുഴപ്പമല്ല. 2 വാക്കുകൂടെ മോള് വായിച്ച് സഹായിക്കണം. 1 മർക്കോസ് 13:12, അടുത്തത് എഫേസ്യർ 5:15-16. ഞാൻ പറയുമ്പം വായിച്ചാൽ മതി. ഇന്നത്തെ കൊലപാതകങ്ങൾ പണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളായിരുന്നു ഭയങ്കരം. ഇപ്പം കണ്ണൂരിൽ പ്രസംഗിച്ച് അവിടുത്തെ കൊലപാതകങ്ങളെല്ലാം തീർന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. കഴിഞ്ഞ ദിവസവും ഞാൻ ശ്രീകണ്ഠാപുരത്ത് പോയി പ്രസംഗിച്ച് കൈ ഉയർത്തി. IPCയുടെ സെൻട്രൽ കൺവെൻഷൻ ആയിരുന്നു. എല്ലാവരോടും പറഞ്ഞു കണ്ണൂരിന് വേണ്ടി പ്രാർത്ഥിക്കാം. സന്തോഷമില്ലല്ലോ. പയ്യന്നൂരിൽ പ്രസംഗിച്ചു. ന്യൂ ഇന്ത്യ ചർച്ച് കൂട്ടിട്ട്. കാഞ്ഞങ്ങാട് പ്രസംഗിച്ചു. IPCയുടെ. കരിവേടകത്ത് പ്രസംഗിച്ചു. AGയുടെ. ബന്ധടുക്കെ പ്രസംഗിച്ചു. പയനിയർ ചർച്ചിൻ്റെ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അപ്പം നിങ്ങൾക്കും ഇവിടെ നിൽക്കണമെന്നാ സന്തോഷം. സ്വോത്രം. ഇന്ന് രാത്രി കരമുയർത്തിയ കണ്ണൂരി നിങ്ങളെയും വിടാം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. 801 പഞ്ചായത്ത് കഴിഞ്ഞു. ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ ആയിരുന്നെന്നറിയാവോ? ഇവിടെ നമ്മുടെ അജികുമാർ പാസ്റ്ററിൻ്റെ കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം നേരെ പോയി ഗോവ കഴിഞ്ഞു, വിശാഖപട്ടണം കഴിഞ്ഞു, ഒറീസ കഴിഞ്ഞു, ഛത്തീസ്ഗഡ് കഴിഞ്ഞു, റായ്പൂർ കഴിഞ്ഞു. അങ്ങനെ മടങ്ങി വന്നതോ. സ്വോത്രം. കർത്താവിൻ്റെ കൃപയാൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ദൈവദാസന്മാർ പറഞ്ഞു ഇപ്പോഴാ മഷിക വരുമെന്ന് കേട്ടേന്ന്. മനസ്സിലാകുന്നവർക്ക് അവർ കേട്ടില്ലെന്ന്. സ്വോത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അടുത്ത ദിനം വരാം. അത് കഴിഞ്ഞ് നാളെ അടുത്ത ദിവസവും ഇന്നൂടെ കഴിഞ്ഞ് നാളെ ഒരു കർത്തദാസൻ്റെ മരണമുണ്ട്. ഞങ്ങളുടെ ഒരു പാവപ്പെട്ട ഒരു ഐസക്കച്ചാൻ കോട്ടയത്ത് മരിച്ചുപോയി. അപ്പം മറ്റന്നാൾ രാവിലെ മംഗളാഴ്ച പ്രസിക്കാണ് മഹാരാഷ്ട്രയ്ക്ക് പോകണം. അപ്പോൾ ഈ കേരള खत्म हो गया, नॉर्थ इंडिया में जाएगा, उधर लोग से बात करेगा. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ട് അങ്ങനെ നാം പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. മഹാരാഷ്ട്ര, നാസിക്ക്, കല്യാൺ, പൻവേൽ എല്ലായിടത്തും പോയി നമ്മളൊന്ന് പനിനീര് കുടയാൻ പോവാം. മനസ്സിലാക്കുന്നവർക്ക് ആ സ്വോത്രം. അതിന് വേണ്ടി പോവാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വചനം മനസ്സിലാക്കുന്നത് കുഞ്ഞുങ്ങളെ സമർപ്പിച്ചാൽ നിങ്ങൾക്കും മക്കളെ സന്തോഷമുണ്ട്. സ്വോത്രം. അങ്ങനെയെങ്കിൽ
എന്താ സംഭവിച്ചത്? രാഷ്ട്രീയ കൊലപാതകങ്ങൾ കണ്ണൂരിൽ തീർന്നു. 83,000 പേര് ഇഞ്ചിവിള മുതൽ തലപ്പാടി കാസർഗോഡ് വരെ മരിച്ചത്. അതിനുശേഷം കണ്ടു ഇന്ന് പത്രമെടുത്ത പടപടാ കൊലപാതകങ്ങൾ. ആരെ കുറ്റം പറയല്? മുഖ്യമന്ത്രിയെ, പോലീസുകാരെ ഒരെണ്ണത്തിനെ കുറ്റം പറയത്. അവൻ്റെ രംഗപടത്തിന് പിൻപിൽ ഒരുവൻ എഴുന്നേറ്റ് വരും. അതാ കൊലപാതകം. ആരാരെ കൊല്ലുന്നു? തിരുവനന്തപുരം മാത്രം നോക്കിയാൽ മതി. സിറ്റി ലോഡ്ജിൽ കണ്ടില്ല രാവിലെ ഇരുന്ന ചെറുപ്പക്കാരന് 36 വെട്ട നെടുമങ്ങാട്ടുകാർ ഒരു സഹോദരം വന്ന് കൈകാര്യം ചെയ്തത്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ എല്ലാ ദിവസവും ഞാൻ ഇന്നും അവിടെ വന്ന് നമ്മുടെ ആര്യായിൽ കയറി ഒരു ചായ കുടിച്ചിട്ട് അജിപ്പാശ വിളിച്ചത്. അവരൊരു ദിവസം രാവിലെ അവർ യൂട്യൂബിൽ പ്രശ്നം കേൾക്കുന്നത്. ഒരു ദിവസം ഞായറാഴ്ച രാവിലെ ഞാൻ എവിടെയോ സഭാരാധനയ്ക്ക് പോകാൻ നിന്നപ്പോൾ ആര്യായിലെ പയ്യൻ വിളിക്കുന്നു, പാസ് പറഞ്ഞ ശരിയായെന്ന്. ഞാൻ പറഞ്ഞു എന്താടാ ശരിയായെന്ന് ചോദിച്ച്. അപ്പം പറഞ്ഞാണ്ട് നമ്മുടെ തൊട്ടടുത്ത് ആ ലോഡ്ജ് ഉണ്ടല്ലേ, നാഗർകോവിൽ വണ്ടി കിടക്കുന്ന ലോഡ്ജ്, അവിടെ ഒരു ചെറുപ്പക്കാരൻ ഭാര്യയുടെ കഴുത്ത് പച്ചക്കറുത്ത് നാട്ടിൻ്റെ കഴുത്ത് ഇറക്കുന്നുള്ളൂ. സ്വത്രം മനസ്സിലാകുന്നവർക്കായി തിരുവനന്തപുരം സിറ്റി ഞായറാഴ്ച നടന്ന സംഭവം. ബാക്കി ഇങ്ങോട്ട് വരണ്ടല്ലോ. കളിക്കാവളെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ, ചൂടമ്പാലക്കാരൻ അമ്പിളി കണ്ടില്ലേ, ഒരു ചെറുപ്പക്കാരൻ്റെ കഴുത്തറുത്തു 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി. എത്ര കൊലപാതകങ്ങൾ തിരുവനന്തപുരം പട്ടണത്തിനകത്ത്. കൊട്ടാരക്കര രാവിലെ ജോലി ചെയ്ത ഒരു പെൺകുട്ടി, നല്ല ഡോക്ടർ വന്ദനാദാസിന്, ഒരു അധ്യാപകൻ മയക്കുമരുന്നുകാർ സർജിക്കൽ കത്തിയെടുത്ത് കുത്തി മനുഷ്യൻ അന്യോന്യം കൊല്ലും. വെള്ളറടയിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ആറാട്ടുകുടിയിൽ ചേട്ടൻ അനിയനെ കൊന്നു സ്വത്തിനു വേണ്ടി. കാഞ്ഞിരപ്പള്ളിക്കടുത്ത് കൂവപ്പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കരിമ്പനാൽ കുടുംബം ഭയങ്കര പ്രമുഖന്മാർ 40 കോടിക്ക് വേണ്ടി 2 എണ്ണത്തിന് ചേട്ടൻ അനിയനെ കൊന്നു. എന്തൊരു കാലം അമ്മാമ ഈ കേരളം എന്ന് പറഞ്ഞാൽ. എത്ര ഇതായി, അതിൻ്റെ സിസ്റ്റം മുഴുവൻ ഫെയിലുവറായി. വായിക്കുന്നു ആരാരെ കൊല്ലും. മർക്കോസിൻ്റെ സുവിശേഷം 13:12. ഒരു മന്ത്രിമാരെയും ഒരു ഗവൺമെന്റിന്റെ പരാതി പറയുന്നത് ബൈബിൾ ക്ലിയർ. മർക്കോസ് 13:12. മോളൊന്ന് വായിച്ച് സഹായിച്ചാട്ടെ. നാളത്തെ പത്രത്തിൽ വന്നേക്കാം. അതുകൊണ്ട് ആരും കുറ്റം പറയരുത്. ചേട്ടൻ അനിയനെ കൊല്ല്. ഒരമ്മയുടെ ഉദരത്തിൽ വളർന്ന കുഞ്ഞുങ്ങൾ മരിക്കുന്നു. അടുത്ത വാക്ക് അപ്പൻ മകനെയോ. ദാണ്ടെ മലയൻകീഴ് മേപ്പൂക്കട പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുടിച്ചിട്ട് വന്ന അപ്പൻ മകനെ ഒറ്റ കുത്ത്. അവനും തീർന്നു. സ്വോത്രം. കണ്ടില്ലേ കഴിഞ്ഞ ദിവസം കല്ലിയൂർ. ആർക്ക് സന്തോഷം ഇല്ലല്ലോ? ആ കല്ലിയൂരെന്ന് കേട്ട ആർക്കും അറിയത്ത് പോലുമില്ല. നിങ്ങൾ ചൊവ്വായിന്ന് വന്നതാ കല്ലിയൂർ. സന്തോഷമില്ലല്ലോ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ പട്ടാളക്കാരൻ മോൻ കള്ളുകുപ്പി പൊട്ടിച്ചുകൊണ്ടിരുന്നു. സ്വോത്രം. അമ്മച്ചി വഴക്ക് പറഞ്ഞു, ഒറ്റ കുത്ത് അമ്മച്ചിയെ കല്ലിയൂര്. സന്തോഷമില്ലല്ലോ. പത്രം വായിക്കണം കുഞ്ഞ്. സ്വോത്രം. കല്ലിയൂരിൽ നടന്ന സംഭവം. അന്നേരെ ബെങ്ങാനൂരിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ് പ്രവചനങ്ങളെല്ലാം നിവർത്തിയായി, കല്ലിയൂരും റെഡിയായത്. പട്ടാളക്കാരൻ 10 കുപ്പി കോസ്റ്റ് ഗാർഡുകാരൻ കൊണ്ടുവന്ന് 2 എണ്ണം പൊട്ടിച്ചു. 3ാമത് പൊട്ടിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു, മോനെ ഇത് കുടിക്കരുത്, ദോഷം. അന്നേരത്തെ വാശി ഒറ്റ കുത്ത് ദാ അടക്കുന്നു. മകൻ അപ്പൻ മകൻ. ബൈബിൾ റെഡിയായോ? അടുത്ത ഭാഗം വായിരുമോളെ. മരണത്തിന് ഏൽപ്പിക്കോ. മരണത്തിന് ഏൽപ്പിക്കോ. അടുത്തത് മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കോ. കര ഉയരുന്നില്ലല്ലോ. കല്ലിയൂര വാർത്ത കണ്ടിട്ട് ബാക്കി മിണ്ടുന്നില്ല. മക്കളെയും കൊല്ലുന്ന അമ്മയപ്പന്മാർ. ബാലരാമപുരത്ത് ദേവനന്ദ കൊച്ചു കുഞ്ഞിനെയല്ലേ രാത്രി കിണറ്റിയിട്ട് നല്ലൊരു പിഞ്ചു മോളെ കണ്ട എന്തൊരു സുന്ദരി. സ്വോത്രം. സകലത്തിനെയും തീർത്തില്ലേ? അങ്ങനെയെങ്കിൽ മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുണ്ട്. ഒരു മുഖ്യമന്ത്രിയും ഒരു പോലീസുകാരെയും ഒന്നും പറയരുത്. അതിൻ്റെ പേരാ ഈവൽ സ്പിരിറ്റ്. അവൻ വരുന്നതിന് മുമ്പ് ഈ കാലത്തെ ഓർത്ത് കടമെടുത്ത് ഒരു പറക്കോരെ പനപ്പള്ളിയിൽ ഇത് പറഞ്ഞാൽ എങ്കിലും ഒരു വാക്ക് പറയാം. ഈ കാലത്തെ ഓർത്ത് പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യമുണ്ട്. വായിക്കാം. എഫേസ്യ ലേഖനം 5:15-16. ബൈത്തോമിൻ്റെ ബാധയ്ക്ക് ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്തോ സംഭവം ആർക്കും അറിയത്തില്ല. വായിക്കാം. എഫേസ്യർ 5:16-15-16. ഇത് കണ്ടിട്ട് വായിച്ചാട്ട് മോളെ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് എത്രയും നടപ്പാൻ നോക്കുക. ഇതാ VD സതീശൻ എങ്ങാണ്ട് പെന്തിക്കോസുകാരുടെ കല്യാണത്തിന്റെ ഓണത്തിന്റെ ഇടയ്ക്ക് ഏതാണ്ട് യുവജന ക്യാമ്പിൽ ചെന്നിട്ട് VD സതീശൻ പ്രസംഗിച്ചത്. എഫേസ്യർ 5:15-16. പൗലോസ്ലീഹ പറഞ്ഞു, ഇവിടെ ജ്ഞാനികളായിട്ടിരിക്കണം, അജ്ഞാനികളായിട്ടിരിക്കാൻ കാര്യമില്ലെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. VD സതീശ അത്രയെങ്കിലും പറഞ്ഞു. ഞങ്ങളിപ്പോൾ നെയ്യാറ്റിൻകരക്കാർ വീടേന്നും പറഞ്ഞിരിക്കുക, കാറെന്നും പറഞ്ഞിരിക്കുക. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. VD സതീശൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി നല്ലൊരു പയ്യനാണ്. സ്വോത്രം. അദ്ദേഹം നമ്മുടെ ഏറ്റവും അടുത്ത ആളാണ്. പ്രസംഗങ്ങളെല്ലാം കേൾക്കുന്നത് പുള്ളിയാണ് ഇത് എഴുതി കൊടുത്തത്. VD സതീശ് സാർ എഴുതിയതല്ല. സ്വോത്രം. പുള്ളി പെന്തിക്കോസിൻ്റെ ഒരു ക്യാമ്പ് ഈ ഓണത്തിനിടയ്ക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. YPSA ആ ക്യാമ്പ്, ഈ ക്യാമ്പ്, PYPA, ACA, ACA എല്ലാ ക്യാമ്പുമായിരുന്നു. എവിടെയോ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാരൻ എങ്ങനെ പറഞ്ഞു, ഇവിടെ അജ്ഞാനികളായിട്ടിരിപ്പാനല്ല ജ്ഞാനികളായിരിക്കണം. സ്വോത്രം. അടുത്ത വാക്കൂടെ പെന്തിക്കോസുകാരൊന്ന് കേട്ടാട്ടെ, വായിച്ചാട്ടെ. ഇത് ദുഷ്കാലമാകയാൽ കരം ഉയരുന്നില്ലല്ലോ അമ്മാമ്മ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവേ. പൗലോസ്ലീഹ 2 തെസ്സലോനിക്കർ 2:4 വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അവൻ ഇവിടെ ഭരണത്തിൽ വരും. മനുഷ്യൻ അന്യോന്യം കൊല്ലുന്ന ഒരു കാലം. ഒരു സിസ്റ്റത്തെയും പറയുന്നത് ആൾ ഓവർ ദ വേൾഡ് സിസ്റ്റം ഈസ് ചേഞ്ച്. അതുകൊണ്ട് അമേരിക്കയെ പള്ളി പേടി, അതുകൊണ്ട് ബ്രിട്ടന് പേടി, എല്ലാ സ്ഥലത്തും പേടി. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ
ഇന്നത്തെ നാടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയും, ചിന്നമ്മേ അരിയും പലവ്യഞ്ജനവും മേടിച്ചുകൊണ്ട് വരാം. സന്തോഷമില്ലല്ലോ സ്വോത്രം. ഇങ്ങനല്ല ഇപ്പം പറയുന്ന, പോയ കർത്താവിൻ്റെ കൃപയാൽ മടങ്ങി വരാം. സന്തോഷമില്ലല്ലോ സ്വോത്രം. അങ്ങനെ ഒരു കാലമായി സ്വോത്രം. അയ്യോ, എവിടെ നിന്ന് വർത്താനമൊന്നും പറയാൻ പോവല്ല. ചെറുപ്പക്കാരോടും പ്രത്യേകിച്ച് പറയുന്ന എല്ലാത്തിൻ്റെയും എന്തൊക്കെയോ ബ്ലേഡോ കാര്യമൊക്കെ ഇരിക്കുന്ന സ്വോത്രം. എൻ്റെ സഹോദരൻ്റെ മകൻ DYSP വിജിലൻസിൽ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു എൻ്റെ അച്ചായ പ്രസംഗിച്ചിട്ട് തട്ടുകടയിൽ നിന്ന് ചായം കുടിച്ചിട്ട് മിണ്ടാതെ സ്ഥലം വിട്ടോണമെന്ന് മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ഒറ്റ അക്ഷരം പറയാൻ പോകരുതെന്ന് മനസ്സിലാക്കുന്നവർക്കായി. മാത്രമല്ല, കുഞ്ഞുങ്ങൾ ഇവിടെ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം IG എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒന്നും മിണ്ടരുതേ, ആവശ്യമില്ലാത്ത ഏതവൻ്റെയിലൊക്കെ എന്തുമായിരിക്കുന്നതെന്ന് അറിയത്തില്ല, ഉള്ള പ്രസംഗിച്ച് വണ്ടിക്കൂലിയും കിട്ടി, ഹല്ലേലൂയ ഹോശന്ന, വീട്ടിൽ പൊക്കോടുന്ന സ്വോത്രം. മിണ്ടാൻ പോയാൽ കാലം മോശ. തട്ടുകടയിൽ പോരുന്ന ഒന്നും മിണ്ടരുതെന്ന്, ചായ ഓംപ്ലേറ്റ് ഓടിച്ച് സ്ഥലം വിട്ടോണം സ്വോത്രം. അങ്ങനൊരു കാലമായി. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടും. എൻ്റെ പ്രസംഗം ഇതല്ല. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഈ പണ്ടാരക്കോണത്ത് കുന്നുപോലെ എന്ത് സംഭവിക്കും? അതിനുവേണ്ടി ഇന്ന് രാത്രി 3-ാമത്തെ പ്രഭാഷണം. ഇനി മോള് മടങ്ങി വരണം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 3-4 ഒന്നുകൂടെ ബൈബിൾ എടുക്കണം. കുഞ്ഞൊന്നുകൂടെ വായിച്ചയച്ചണം. മക്കൾ വായിച്ചാട്ടെ. വെളിപ്പാട് 6-3-4 വായിക്കാം. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, എല്ലാവരും കേൾക്കണം, അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അടുത്ത വാക്ക്, അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ആർക്കെങ്കിലും സമാധാനം ഉണ്ടോ കുഞ്ഞെ? സ്വോത്രം. പറഞ്ഞപ്പോൾ സന്തോഷമില്ലല്ലോ. യേശുക്രിസ്തു മാത്രം ഒരു കാര്യം പറഞ്ഞു. പോയപ്പോൾ വീട് തരാം കാറ് തരാമെന്നല്ല യേശു പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. കരമുയർത്തുന്നവർക്കായി. ലോകം തരുന്നപോലെ അല്ല. അമ്മച്ചിക്ക് സന്തോഷമില്ലല്ലോ സ്വോത്രം. അംബാനി ആകെ കടന്ന് പറയ്ക്കും നിന്നെ വല്ല കോവിഡ് വരുമെന്ന് സ്വോത്രം. ടാറ്റാക്കാരെ ആകെ കടന്ന് അതിലും ബുദ്ധിമുട്ട്. എയറിൻ്റെ മേടിച്ചത് കുഴപ്പമായിരുന്നു സ്വോത്രം. ഇവിടെ നമ്മുടെ എല്ലാവർക്കും പെൻഷൻ കൂട്ടി. ബാലഗോപാൽ സാർ നമ്മുടെ സീനിയറായിരുന്നു. പുള്ളി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ നെഞ്ച് തടവെന്ന് 10,000 കോടി ഞാൻ ഇവിടുന്ന് കൊണ്ടുവരുമെന്ന് സ്വോത്രം. പുള്ളിയും തടവെന്ന്. ഒരു സമാധാനമില്ല. പിന്നെ ആരാ സമാധാനമുള്ളത്? സന്തോഷമില്ലല്ലോ. പാട്ട് പാടി കട്ടൻ ചായം കുടിച്ച് പായി കിടക്കുന്നപ്പോൾ സന്തോഷത്തോടെ ഉറങ്ങും സ്വോത്രം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്ന സ്വോത്രം. ആ യേശുവിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്നവർക്ക് അല്പം പട്ടിണി ആയാലും കഞ്ഞി കുടിച്ചാലും അവൻ പായി കടന്നാൽ ഉറങ്ങും. സന്തോഷമില്ലല്ലോ. നമ്മളൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞൊരു പാട്ട്, ഇന്ന് പകൽ മുഴുവൻ വന്ദനം യേശു വരാ. പിന്നെ ഇവിടെ ഇടിവെട്ടിയാലും കൊല്ലാൻ പറ്റിയാലും ഒന്നും നമ്മൾ അറിയുന്നില്ല സ്വോത്രം. പിന്നെ 5:30 അറിയുന്നുള്ളൂ. നെഞ്ച് കയറി പ്രസംഗിച്ച ഒറ്റ പാട്ട്. ഇവിടെ മലയിളകിയോ അടിമാടി മണ്ണിടിഞ്ഞോ ഒന്നും അറിയുന്നില്ല. ഇതാ ലോകം തരുന്ന സമാധാനം. അടുത്ത വാക്ക് വായിക്കാം. വായിച്ചാട്ടെ മോളെ. വായിച്ചാട്ടെ. ഒരു വലിയ വാളും അവന് കിട്ടി. ഇതാ പ്രസംഗം. വലിയ വാൾ അവന് കിട്ടി. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ കിട്ടാൻ പോകുന്നു. ഇവിടം തൊട്ട് നിങ്ങൾ ചിന്തയോടെ ഇരിക്കണം. സമയം അതുകൊണ്ട് മേടിച്ചത് കൃത്യസമയത്ത് അവസാനിപ്പിക്കാം. വലിയ വാൾ ആറ്റം വെപ്പണിൻ്റെ പ്രത്യേകതയോ കുഞ്ഞുങ്ങൾ. 2001 മുതൽ ഒരു പ്രശ്നം നടക്കുന്നു. സോവിയറ്റ് യൂണിയൻ അസ്തമിക്കുമ്പോൾ യൂറോപ്പ് കൂടി. യൂറോപ്പിലെ 12 രാജ്യങ്ങൾ, ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. അവർ പറഞ്ഞ്, ചേട്ടാ ഇനി ആ നാട്ടുകാർ ആക്രമിക്കാൻ വന്നാൽ എന്ത് ചെയ്യും? 2004 അവർ പിരിവിട്ടു. ഗൂഗിൾ അടിക്കണം. അവസാനം യോഗം കഴിഞ്ഞിട്ട് ഇപ്പോൾ അടിക്കണ്ട. 2004 അവർ പിരിവിട്ടു. ഒരാറ്റം റിയാക്ടർ വികസിപ്പിച്ചു. ആ ആറ്റം റിയാക്ടറിൻ്റെ പേര് തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ. അവൻ പനച്ചുമൂടി ചന്തയിൽ നിന്ന് മേടിച്ചെന്നല്ല, ചാല മാർക്കറ്റിൽ നിന്ന് മേടിച്ചല്ല. എതിർ ക്രിസ്തുവിൻ്റെ ഈ വലിയ വാൾ കിട്ടും. ചെറിയ കൊച്ചു പിച്ചാത്തിയല്ല, കുഞ്ഞമ്മാമ മീൻ വെട്ടുന്ന പിച്ചാത്തിയല്ല, വലിയ വാൾ അവൻ്റെ കയ്യിൽ കിട്ടും. ഇന്നിതെവിടോ ഉണ്ട്. ബ്രിട്ടനിനകത്തോ ഫ്രാൻസിനകത്തോ ദൈവസഭ എടുക്കപ്പെട്ടാൽ ഇത് അവൻ്റെ കയ്യിൽ കിട്ടും. അങ്ങനെ ആറ്റം കിട്ടിയാൽ അവരുടെ കയ്യിൽ എതിർ ക്രിസ്തുവിൻ്റെ മിലിറ്ററി IS വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവരുടെ കയ്യിൽ ഈ ആറ്റം കിട്ടിയാൽ എന്ത് സംഭവിക്കും? ഇന്ന് രാത്രി എല്ലാവരും മനസ്സിലാക്കണം. ലോക രാജ്യങ്ങളിൽ ബൈബിൾ ഞാൻ പുറകെ പറഞ്ഞു തരാം. ആറ്റത്തിൻ്റെ എണ്ണം കേട്ടോ. ഇന്ത്യയിൽ ദാ കിടക്കുന്ന ഹൈഡ്രജൻ ബോംബ്. നമ്മുടെ 15 വർഷമായിട്ട് ഭാരതം വികസിപ്പിച്ചുകൊണ്ടിരിക്കുക ഹൈഡ്രജൻ ബോംബ്. അതിനുശേഷം ലോകത്തിലെ ആറ്റത്തിൻ്റെ കണക്ക് ഇന്ത്യക്കുമുണ്ട്. വിവിധ തരം ബോംബുകൾ അതിനകത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റഷ്യ 3000, പുറകെ അമേരിക്ക 2500, ബ്രിട്ടൻ 800, ഫ്രാൻസ് 400,
കൊച്ചു രാഷ്ട്രം ഇസ്രായേൽ 1,02,00,000 പേരേ ഉള്ളൂ. അവൻ്റെ 150 ആറ്റമായതുകൊണ്ടത് മനസ്സിലാകുന്നവർക്ക്. ഒരു കുഞ്ഞ 3 ഡിസ്ട്രിക്റ്റിൻ്റെ അത്രയുള്ളത്. ഇന്ത്യ കഴിഞ്ഞ വർഷം കണക്ക് കൊടുത്തു. ഇറാനുമായിട്ടുള്ള പ്രശ്നം വന്നപ്പോൾ ദാണ്ട് മുഴുവൻ കണക്ക് ഇതിനകത്തുണ്ട്. യോഗം കഴിഞ്ഞ് ആർക്ക് വേണേലും കാണിച്ചു തരാം, തെളിവോട് കൂടിയ സ്വത്രം. ഇന്ത്യ കഴിഞ്ഞ വർഷം കണക്ക് കൊടുത്തേക്കുന്നത് ഞങ്ങളുടെ 300 എണ്ണം ഉണ്ടെന്ന്. 450 അല്ലെ 500 കാണും. അതാ നമ്മൾ 300 പറഞ്ഞത് മനസ്സിലാകുന്നവർക്ക്. പാകിസ്ഥാൻ പറയുന്നു ഞങ്ങളുടെ 150 ഉണ്ടത്. എല്ലാ ആണവ ശക്തികൾ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഇവിടെ ആറ്റം പൊട്ടിയാൽ എന്ത് സംഭവിക്കും? അതുകൊണ്ട് ഇന്ന് രാത്രി ഈ പ്രസംഗത്തിലേക്ക് വരുന്നത് എന്താ? അതിൻ്റെ പ്രത്യേക തെർമോ ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ. അതിന് 4 പോർമുഖങ്ങളുണ്ട്. ഇവിടെ കുരിശുമല വെള്ളടക്കകത്ത് മണ്ണാത്തി കിടക്ക് വലിയ അണ്ടാവുമായിട്ട് വരും. എന്തോ ഡാൽഡ എണ്ണയും കൂടെ ഭാര്യ അങ്ങ് ഒഴിക്കുക. സ്വോത്രം ഭാര്യ ഒഴിച്ചതിന് ശേഷം അതിനകത്ത് അവർ ഓരോ പലഹാരം, ഒരിടത്ത് ഉള്ളിവട, ഒരിടത്ത് ബോണ്ട, ഒരിടത്ത് നെയ്യപ്പം, ഒരിടത്ത് പരിപ്പുവട, 4 ഓരോ മൂലയ്ക്കിരുന്ന് വേവുക. 2 തമിഴ്നാട്ട് സഹോദരന്മാർ കുത്തിയെടുത്ത് പ്ലേറ്റിൽ തട്ടുക. ഇത് പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവൂ. ഇങ്ങനെ 4 പോർമുഖങ്ങൾ തെർമോ ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടറിലുണ്ട്. അതിലൊന്ന് തോറിയം, 2 ലിഥിയം, 3 യുറേനിയം, 4 പ്ലൂട്ടോണിയം. ഇതിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രനേഡ് കിട്ടും. ഇതാ അവൻ്റെ കയ്യിൽ കിട്ടാൻ പോകുന്ന കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഈ 18,000 ആറ്റം ബാമ്പ് പൊട്ടിയാൽ മനുഷ്യൻ്റെ സ്ഥിതി എന്താകുമെന്ന് ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. വായിക്കാം. പിന്നെ എസെക്കിയേൽ പ്രവചനം 39-ാം അധ്യായം 14-15 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ചേട്ടെ. എസെക്കിയേൽ 39-14-15. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഈ ഇരിക്കുന്ന ആറ്റമായുധമെല്ലാം പൊട്ടും. വായിക്കാം മക്കളെ. എന്തുകൊണ്ട്? വായിച്ചാട്ടെ അടുത്ത വാക്ക്. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് തമ്മിൽ ഈ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ. ഇതെല്ലാം പൊട്ടുന്ന ഒരു ദിവസമുണ്ട്. അതാ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞ പ്രസംഗം കേട്ടവർ ഓൺലൈനിലും കിടപ്പുണ്ട്. എസെക്കിയേൽ 38-19-20 കഴിഞ്ഞ വർഷം ഇവിടെ അവസാനിപ്പിച്ചത്. അന്നാളിൽ ഇസ്രായേൽ ദേശത്ത് വലിയൊരു ഭൂകമ്പമുണ്ടാകും. കാട്ടിലെ മൃഗം, നിലത്തെഴിയുന്ന ഇഴജന്തുക്കൾ, ആകാശത്തിലെ പറവകൾ, ഭൂമിയിലെ സകല ചരാചരങ്ങളും ആറ്റം ബോംബ് പൊട്ടി വിറയ്ക്കുന്ന ഒരു കാലം. എസെക്കിയേൽ 38-19-20. ഈ ആറ്റമെല്ലാം കൂട്ടിമുട്ടുന്ന ഒരു കാലം. അങ്ങനെയെങ്കിൽ ആറ്റം കൂട്ടിമുട്ടിയാൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ. വായിക്കാം മക്കളെ അടുത്ത വാക്ക്. വായിച്ചാട്ടെ. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, ശവങ്ങളെ അടക്കുവാൻ ദേശത്തെ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവൃത്തിക്കാരെ നിയമിക്കും. പണ്ട് ഞാനിതൊരു 10 കൊല്ലം മുമ്പ് പണ്ടാരക്കോണത്ത് അജിപ്പാസ കൺവെൻഷൻ വന്ന് പ്രസംഗിച്ചാൽ ആൾക്കാർ പറയും, പാസ്റ്റർ എന്താ പറയുന്ന, ശവം അടക്കാൻ കൂലിക്കാർ വരുമെന്ന്. വന്നില്ലേ അമ്മാമ്മേ? ഇതാ ഞങ്ങളുടെ ബൈബിൾ. കോവിഡിനകത്ത് മരിച്ച ഒരു ഡെഡ് ബോഡി പോലും നിങ്ങളുടെ കരങ്ങളിൽ തരാതെ കൂലിക്കാള വെച്ചടക്കിയ കാഴ്ച തിരുവനന്തപുരം കണ്ടെങ്കിൽ കരമുയർത്തുന്നവർക്കായി സ്വോത്ര. ഇതാ ഞങ്ങളുടെ ബൈബിൾ. ശവമടക്കാൻ ആൾക്കാർ വരും. അതിൻ്റെ പേരാ ഡെയിലി വേജസ്. എത്ര ക്ലിയറാ? നിത്യപ്രവർത്തിക്കാൾ. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പണ്ടാരക്കോണത്തോട് ഞങ്ങൾ പറയുന്നു, പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി പട്ടുപോകും, നേതാക്കൾ ഞങ്ങൾ തളർന്നാലും ഞങ്ങളുടെ കരങ്ങളിൽ എഴുതിയ ബൈബിൾ പ്രവചനങ്ങൾക്ക് മാറ്റമില്ല. കരമുയർത്തുന്നവർക്കായി ഡെയിലി വേജസ്. ശവമടക്കാൻ ആൾക്കാർ വരുമെന്ന് ഞങ്ങളുടെ ബൈബിളിനകത്ത് കണ്ട തലമുറയോട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു, സമയം അടുത്തുപോയി. മനസ്സിലാകുന്നവർക്കായി അടുത്ത വാക്ക് വായിച്ചാട്ട് മക്കളെ. അടുത്ത വാക്ക് വായിക്കാം. 7 മാസം കഴിഞ്ഞ ശേഷം 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് യൂട്യൂബ് എടുക്കണം. അതിനകത്ത് ഇസ്രയേൽ ഹമാസിന്റെ ശവമടക്കം, റഷ്യ ഉക്രൈൻ്റെ ശവമടക്കം കിടക്കുക. വഴിനീള ശവങ്ങൾ അത് ചാക്കിനകത്ത് വലിച്ചു കെട്ടി കിടങ്ങിനകത്ത് പോകുന്ന കാഴ്ച. മലയാളം ചാനൽ, ഏഷ്യാനെറ്റ്, അളകനന്ദ, മീഡിയ 1, നിഷാദ്, 24 ചാനൽ, PP ജെയിംസ്. ചോദിക്കണം ഗൂഗിളിലോട്ട് ആ ശവമടക്കം തരാൻ. ദാ കിടക്കുന്ന ചീഞ്ഞടിഞ്ഞ ശവങ്ങളെ എന്തിനാത് ചാക്കിനകത്ത് വലിച്ചു കെട്ടി കിടങ്ങിനകത്ത് കൊണ്ടുപോയിടുന്ന കാഴ്ച. 7 മാസം കഴിഞ്ഞിട്ട് ശവമടക്കം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ. വായിച്ചോ. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ ഒരു മനുഷ്യാസ്തി. വായിച്ചോ മോളെ. സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ അതിലൊരു മനുഷ്യാസ്തി കണ്ടാൽ അതിന്റെ അരികെ ആരും ആ മനുഷ്യാസ്തി തൊടത്തില്ല. 7 മാസമായി കഴിഞ്ഞാൽ ശരീരം അങ്ങ് ദ്രവിക്കുക. പുഴുക്കളെല്ലാം ഇറങ്ങും. അസ്ഥി കാണും. അസ്ഥി തൊട്ട ഏറ്റവും നിർണായകമായ വൈറസ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരും. അതുകൊണ്ട് ആരും അതിനകത്ത് തൊടത്തില്ല. അതിനരികെ അടയാളം വെക്കും. അടുത്ത കാര്യം അടക്കം ചെയ്യുന്നവർ. ഇസ്രായേൽ. വായിച്ചാട്ടെ. താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം
ചെയ്യും. തിരുവനന്തപുരത്തുകാർ ഇന്ന് രാത്രി നെയ്യാറ്റിൻകരക്കാരോട് നിങ്ങളുടെ സെമിത്തേരിയിൽ അടക്കത്തില്ല, വീട്ടിൽ അപ്പൻ്റെ അടുത്ത് മാർബിൾ കല്ലറ കിടപ്പുണ്ട്, മോനെ അടക്കത്തില്ല, ബ്രായും മൂട്ടി നദിയുടെ കീഴിൽ കൊണ്ടിറക്കും, അല്ലേ പൂവാറിലെ കടപ്പുറത്ത് കൊണ്ടുപോയി അടക്ക്, അല്ലേ നെയ്യാറിൻ്റെ അടുത്ത് ആടുപള്ളി പന്തയിൽ തേക്കലടിയുന്ന വെള്ളമുണ്ട്, അവിടെ കൊണ്ടടക്ക്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഞാൻ പറഞ്ഞു തരാം. ഞാൻ താമസിക്കുന്ന കൊല്ലം ജില്ല ചാത്തന്നൂർ, എൻ്റെ വീട്ടിൻ്റെ 8 കിലോമീറ്റർ പരവൂർ. അച്ചായ അമ്മമ്മ പൊട്ടിയത് പൊട്ടാസ്യം നൈട്രേറ്റ് തോറിയോ ലിതിയോ അല്ല, ഒറ്റ രാത്രി 134 പേരാ കമ്പം കാണാൻ വന്നത് പോയി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ കണ്ടത് കൈ വേറെ കാല് വേറെ. ചിലതെല്ലാം ഒട്ടിച്ച് പാച്ച് വർക്ക് ഇറത്തി വണ്ടി ഡെൻറ്റിങ് നടത്തുന്ന പോലെ കൊടുത്തു. ബാക്കി കിടന്ന കയ്യും കാലിൻ്റെ അവശിഷ്ടങ്ങൾ നഖങ്ങൾ ഭൂമിയിലല്ല കൊണ്ടടക്കിയത്, റേഡിയസ് ആക്കാതിരിക്കാൻ കടൽ വെള്ളത്തിൽ കൊണ്ട് കുത്തിത്താത്തു. കൊല്ലം ജില്ല പരവൂർ. ബാക്കി ബന്ധിക്കോസുകാർ കേട്ടാട്ടെ, നാട്ടുകാർ കേട്ടാട്ടെ. ഇന്ന് രാത്രി ശ്രീലങ്കയിലെ തമിഴ് പുലികളുടെ നേതാവ് വേലുപ്പുള്ള പ്രഭാകർ, അവനെ കൊന്നത് ക്ലസ്റ്റർ ബോംബ്, കൊന്നത് പട്ടിക്കോലവയിൽ. ശവശരീരം 6 മാസം ഒരു ടാർപ്പയിട്ട് മൂടി. 6 മാസം കഴിഞ്ഞപ്പോൾ പൊക്ലൈനർ ഫോർക്ലിഫ്റ്റ് വന്നു, അതിനെടുത്ത് ജാഫ്നയിൽ കടൽ വെള്ളത്തിൽ കൊണ്ട് താത്തു. ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് രാത്രി പണ്ടാരക്കോണമേ ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പ കിട്ടത്തില്ല, ഇരുത്തി അടക്കത്തില്ല, കിടത്തി അടക്കത്തില്ല, CSIയിലെ തിരുമേനി വരത്തില്ല, ബന്ധിക്കോസിലെ പാസ്റ്റർമാർ വരത്തില്ല, കാട്ടാക്കട വെറൈറ്റി RIP കിട്ടത്തില്ല. അച്ചായ അമ്മാമ്മേ വഴിയരിയെ കിടക്കുന്ന എല്ലും കൂടെ കൊണ്ടുപോയി പൂവാറിലോ ബ്രായുമൂടിലോ നെയ്യാറ്റിൻകര ഭാഷ നെയ്യാറിൻ്റെ കൈവഴിയിലോ റേഡിയേഷനേക്കാതെ കൊണ്ട് കുത്തിത്താക്കുന്ന ഒരു കാലം ഇവിടെ വരാറായി. ഇന്ന് രാത്രി വരാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോകണമോ? ഇന്ന് രാത്രി പണ്ടാരക്കോണത്തോട് വിശ്വാസത്തോട് ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കരമുയർത്തുന്നവർക്ക് ഇതാകുന്ന ഒരു രക്ഷാദിവസം. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി. പച്ചയ്ക്ക് നാട്ടുകാരോട് മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം. നാളെയും യോഗം. ഇന്ന് രാത്രി വീതിക്കകത്തോ റോഡിനകത്തോ ഇരിക്കുന്ന സഹോദര സഹോദരി, ഇതൊരു മതത്തിൻ്റെ പ്രസംഗമല്ല, സംഘടനയുടെ പ്രസംഗമല്ല. ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ ആത്മാവിൻ്റെ നിത്യത എവിടെ? ആ നിത്യതയിലെത്തിക്കുക. ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഏക സത്യദൈവ യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രി 12ാമത് കൺവെൻഷനിൽ ഞങ്ങൾ വരച്ച് കാട്ടുന്നു. പുണ്യസ്ഥലങ്ങൾ തേടേണ്ട, ഉരുളലുകൾ നടത്തേണ്ട, ശ്രോത്രകാഴ്ചകൾ വാരി വാരി കൊടുക്കണ്ട. ഈ ശനിയാഴ്ച രാത്രി വീതിക്കകത്തോ റോഡിനകത്തോ ഇരുന്ന് ചങ്കത്ത് കൈവച്ച് ഇന്ന് രാത്രി കരമുയർത്തി യേശു എൻ്റെ ഏക ദൈവമെന്ന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവൻ കാൽവറിയിൽ പരമയാഗമായെങ്കിൽ ആ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ഈ 2025 ആര് കരമുയർത്തും മലമടക്കിൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ഇന്ന് രാത്രി ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എൻ്റെ കാന്തൻ മടങ്ങി വരാറാണ്.